എൻ്റെ പേര് മിലൻ. ഞാൻ പീസ് ലാബിലെ ഫ്ലട്ടർ ട്രെയിനറാണ്. സോ ഒരു 2 years ആയിട്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുണ്ട്. സോ നമ്മൾ ഇന്നിവിടെ ഗിറ്റ് ഹബിനെ കുറിച്ചാണ് ഒരു ടോക്ക് സെഷൻ പോലെ എടുക്കാൻ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഗിറ്റ് ഹബിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടോ ഇതിനകത്ത്? ലൈക്ക് ഗിറ്റ് യൂസ് ചെയ്തവരുണ്ടോ? ഹലോ. ഓക്കെ, യൂസ് ചെയ്തവരുണ്ട്, യൂസ് ചെയ്യാത്തവരുണ്ട്, ഒരു വട്ടം യൂസ് ചെയ്തവരുണ്ട്. ഓക്കെ, ഫൈൻ. ഞാൻ ഏതായാലും ബേസിക്സ് തൊട്ടുള്ള ഗിറ്റിന്റെ കാര്യമായിരിക്കും യൂസ് ചെയ്യുക. സോ ഓക്കെ, ഗിറ്റബ് യൂസ് ചെയ്തിട്ടുണ്ട്, ഗിറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് പറയുവാണെങ്കിൽ ബെറ്റർ, ലൈക്ക് മൈക്ക് ഓൺ ആക്കി പറയുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ടോക്ക് സെക്ഷൻ ഓൺ ഗിറ്റ് ആൻഡ് ഗിറ്റബ് ആണ്. സോ ഗിറ്റിനെ കുറിച്ചും ഗിറ്റബിനെ കുറിച്ചും നമ്മൾ ഇന്നിവിടെ സംസാരിക്കും. സോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് എന്നേക്കാൾ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ചർച്ച ചെയ്യാം. സോ നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് ഇവിടെ പോകാം. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ എന്താണ് ഗിറ്റും ഗിറ്റബും? ലൈക്ക് ഇപ്പൊ തന്നെ നമുക്കൊരു മെസ്സേജ് വന്നായിരുന്നു, ഞാൻ ഗിറ്റബ് യൂസ് ചെയ്തിട്ടുണ്ട്, ഗിറ്റ് യൂസ് ചെയ്തിട്ടില്ല. സോ ഇതിന്റെ വ്യത്യാസം എന്താണ് ഈ ഗിറ്റബും ഗിറ്റും തമ്മിലുള്ള വ്യത്യാസം? സോ നമുക്ക് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഗിറ്റ് എന്ന് വെച്ചാൽ ഗിറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ടു ട്രാക്ക് കോഡ് ചേഞ്ചസ്. അതായത് എന്താണ് വേർഷൻ കൺട്രോൾ? സോ എന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലെ? കാണാം. ഓക്കെ. സി, ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവാ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് ഒരു ടീം ഉണ്ടാവും. എൻ്റെ ടീമിന്റെ ഒരു 5% ഉള്ള ഒരു ടീമാണ് ഞാൻ ഉള്ള ടീം. അതിനൊരു ലീഡ് കാണും, ടീമിന് ലീഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ലീഡിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു 3-4 പേരുണ്ടാവും. സോ അതുപോലെ അവർക്കപ്പം ഒരു പ്രോജക്റ്റ് വന്നു. സോ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ടീമിനെ അസൈൻ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ടീമിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ സിസ്റ്റം കാണും. ഞങ്ങൾ ടീം ഹെഡിനൊരു സിസ്റ്റം കാണും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 5 സിസ്റ്റം ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഓരോ സിസ്റ്റം വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലും സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരാൾ വന്ന് ഒരു സിസ്റ്റത്തിൽ, ഒരു മെയിൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും, ദെൻ അയാളുടെ ടൈം കഴിയുമ്പോൾ വേറെ ആൾ വന്ന് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യും. അങ്ങനല്ല, നമ്മളെല്ലാവരും നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തിട്ട് ഒരു കോമൺ ഒരു പർട്ടിക്കുലർ സോഴ്സിലോട്ട് നമ്മൾ ചെയ്ത കോഡിനെ പുഷ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കോഡിനെ അങ്ങോട്ട് പ്ലേസ് ചെയ്ത് വെക്കും. സോ അതാണ് വേർഷൻ കൺട്രോൾ എന്ന് പറയും. ലൈക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഓരോ വേർഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വേർഷൻ കൺട്രോൾ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു P1, P2, P3 ഇതെല്ലാം ഒരു പേഴ്സൺസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നോട്ട്സ് ആണ്. സോ ഇവിടെ ഓരോ തവണയും നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന കോഡ്സ്, അതായത് നിങ്ങൾ ഓരോ തവണയും ഈ ഒരു വേർഷൻ കൺട്രോളുമായിട്ട് ഈ ഒരു 5 പീപ്പിൾസും അല്ലെങ്കിൽ ഈ ഒരു 5 ആൾക്കാരും ഈ ഒരു വെർഷൻ കൺട്രോളുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. സോ അവരെന്ത് ചെയ്യും? അവർ ചെയ്ത കോഡുകൾ, അപ്പൊ ഈ P1 ഒരു കോഡ് ചെയ്തു, ലൈക്ക് അദ്ദേഹം ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്തു, എന്നിട്ട് ഈ വെർഷൻ കൺട്രോളിനോട്ട് പുഷ് ചെയ്യും. അതുപോലെ തന്നെ ഈ P2 ലൈക്ക് എന്ത് ചെയ്യും? ഈ P1 ചെയ്ത കോഡ് പുള്ള് ചെയ്തിട്ട് ഇങ്ങോട്ട് ഈ ആളുടെ സിസ്റ്റത്തിലോട്ട് എടുക്കും. സോ നമുക്കിപ്പം 5 പേര് അല്ലെങ്കിൽ 6 പേര് ഒരു ടീമിലുണ്ടെങ്കിൽ ഈ 6 പേരും ചെയ്ത കോഡ് നമ്മുടെ 6 പേരുടെ സിസ്റ്റത്തിലും വേണം. സോ അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നിങ്ങൾ ബീറ്റ വെർഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഹലോ ഗൈസ്, ബീറ്റ വെർഷൻ കേട്ടിട്ടില്ല? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പം ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇതിനകത്ത് COC കളിച്ച് എടുത്തിട്ടുണ്ട്. ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിച്ച് എത്ര പേരുണ്ട് ഇവിടെ? ഞാനുണ്ട് സാർ.
ഓക്കെ. ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ ഫസ്റ്റ് എന്നോട്ടാ കളിക്കാൻ തുടങ്ങിയ ക്ലാഷ് ഓഫ് ക്ലാൻസ്? 2015 തൊട്ട്. 15. ഓക്കെ. 2015 ഇന്റർഫേസ് ആണോ 2025 നിൽക്കുമ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസിനുള്ളത്? അല്ല സാർ, കുറെ കുറെ മാറ്റങ്ങൾ വന്നു. മാറ്റങ്ങൾ വന്നു, കുറെ കുറെ പുതിയ 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 അപ്ഡേറ്റ്സ്. അതെ, വില്ലേജസ് വന്നു, സെക്കൻഡ് വില്ലേജ്, തേർഡ് വില്ലേജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു അല്ലേ? അതെ, അതെ. അതെ. അപ്പം ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. നമ്മളിപ്പം ആ ഒരു ഇത്രയും വർഷക്കാലം ആ ഒരു ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തത്, ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് നേരത്തെ ഈ ഒരു ഇത്രയും വർഷത്തേക്കുള്ള അപ്ഡേറ്റ് നേരത്തെ ചെയ്തു വെച്ചാണോ, അത് ഓരോ വർഷത്തിൽ അവർ ഓരോന്ന് ചെയ്തു വെച്ചതിന് ശേഷം റിലീസ് ചെയ്തതാണോ? ആരോമലേ? ഓരോ വർഷമായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ. ഓരോ വർഷമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. സോ അത് അവരെ ഹെൽപ്പ് ചെയ്തത് ഒരു വെർഷൻ കൺട്രോളാണ്. ഗിറ്റ എന്നല്ല, അത് യൂണിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈക്ക് അൺറിയൽ എഞ്ചിനിലോ ഒക്കെ ചെയ്ത ഗെയിം ആയിരിക്കും. സോ അതിനൊരു വെർഷൻ കൺട്രോൾ ഉണ്ട്. സോ ഓരോ വെർഷൻസിനെയും കൺട്രോൾ ചെയ്ത് അതിന് ഇപ്പം ലൈക്ക് ഇപ്പൊ അതിന് ഡെവലപ്പറിന്റെ സിസ്റ്റത്തിലോ അവരുടെ ആ ഒരു ഹാർഡ്വെയറിലോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എല്ലാ വെർഷൻസിന്റെയും കോഡ് ആ വെർഷൻ കൺട്രോൾ ഇന്ന വെർഷൻ എന്നും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതാണ് വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഗിറ്റ് എന്താണ്? ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഇപ്പൊ ഗിറ്റ് എന്താണ്? യാസീനെ, വെർഷൻ കൺട്രോൾ. ഓക്കെ. ഇപ്പൊ വെർഷൻ കൺട്രോൾ എന്താന്ന് മനസ്സിലായല്ലോ, ഗിറ്റും എന്താന്ന് മനസ്സിലായല്ലോ. അപ്പം ഗിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്മിറ്റ്സുകൾ അയക്കാം. അതായത് നിങ്ങൾ ഓരോ വെർഷൻസിലും നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച്, നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അതിന്റെ ഹോം സ്ക്രീൻ ഡെവലപ്പ് ചെയ്തു, ദെൻ അതിന്റെ എബൌട്ട് സ്ക്രീൻ ഡെവലപ്പ് ചെയ്തു. എബൌട്ട് സ്ക്രീൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മണിക്കൂർ 4 മണിക്കൂറായി, നിങ്ങൾ ടയേർഡായി. ദെൻ നിങ്ങൾ എന്ത് ചെയ്തു? ഈ സിസ്റ്റം ഇതിന്റെ ബാക്കി ഇനി ഒരു എബൌട്ട് പേജിന് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ പേജ് അല്ലെങ്കിൽ ഒരു ഗാലറി ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, എടാ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഗിറ്റിലേക്ക് പുഷ് ചെയ്തേക്കാം, നീ ബാക്കി പുള്ള് ചെയ്തെടുത്ത് വർക്ക് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ കോഡ് ഗിറ്റ് യൂസ് ചെയ്ത് ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട് ഗിറ്റ് ഹബിൽ നിന്ന് ഗിറ്റ് യൂസ് ചെയ്ത് ആ കോഡിനെ പുള്ളി ചെയ്തതിന് ശേഷം അവൻ അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് പുഷ് ചെയ്യും. സോ ഇതാണ് ഗിറ്റ് എന്ന് പറയുന്നത്. ഗിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഓവർ ഇറ്റ്സ് ലൈക്ക് ഇത് നിങ്ങളുടെ വർക്ക് ചെയ്യും ഓരോ വെർഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനും കമ്മിറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗിറ്റ്. ഇനി നമുക്ക് ഗിറ്റബ് എന്താന്ന് നോക്കാം. ഗിറ്റബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്ലൗഡ് പ്ലാറ്റ്ഫോം. നമ്മൾ അല്ലെങ്കിൽ ഒരു കോഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കാം. മോർ ഓവർ അതിനെ ഒരു കോഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ ഒരു കോഡ് നമ്മളിപ്പം ചില ഗിറ്റബ് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കും. ലൈക്ക് ചില പ്രോജക്ട്സുകൾ ഓപ്പൺ സോഴ്സ് ആക്കിയിടും. അപ്പൊ നമുക്ക് ആ ഗിറ്റബ് നോക്കിയിട്ട് ആ കോഡ് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം, അതായത് നമ്മൾ പുഷ് ചെയ്യുന്ന കോഡിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ് ഗിറ്റബ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ റെപ്പോസിറ്ററീസ് ആയിട്ടായിരിക്കും നമ്മുടെ ഓരോ പ്രോജക്ട്സിനെ അത് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അതിന് നമുക്ക് ടീമായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഇപ്പം ഞങ്ങൾക്ക് ഒരു 3 ഫ്രണ്ട്സിന് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗിറ്റബ് റെപ്പോസിറ്ററി തുടങ്ങി അതിന് 3 പേർക്കും നമ്മൾ കൊളാബറേഷൻ അയക്കും. ആ 3 കൊളാബറേഷൻ ഇരുന്ന് നമ്മൾ ഒരു റെപ്പോസിറ്ററിയിലോട്ടായിരിക്കും കോഡ് പുഷ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗിറ്റ് ഹബ് പ്രൊവൈഡ്സ് ഇഷ്യൂസ് ട്രാക്കിംഗ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾസ്. അതായത് നമ്മളിപ്പം എന്താ പറയാ, നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ വന്നു, നമ്മളിപ്പോൾ ഒരു കോഡ് ക്രാഷ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വെർഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മുടെ കോഡ് ഓവർ റൈറ്റ് ആയിപ്പോയി, നമ്മൾ എഴുതി വെച്ചതിന് പുറത്തോട്ട് ഇപ്പൊ എം ടി ആയിപ്പോ, അങ്ങനത്തെ ഇഷ്യൂസ് ട്രാക്ക് ചെയ്യാൻ ലൈക്ക് ഈ വെർഷൻ കൺട്രോൾസ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഹാർഡ് കോപ്പിയിലായിരുന്നു, അതായത് വർഷങ്ങൾക്ക് മുമ്പ് വരെ. അപ്പം ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിനകത്ത് മാത്രമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയി പോവുകയോ അത് നഷ്ടപ്പെട്ടു പോവുകയോ അതിന് എന്തെങ്കിലും ഡാമേജ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫുൾ സോഫ്റ്റ്വെയർ അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പം ചിലപ്പോൾ നമ്മൾ ആദ്യ കാലങ്ങളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗെയിംസ് മാരിയോ പോലത്തെ അല്ലെങ്കിൽ ബ്രിക്ക് ഗെയിംസ് ഒക്കെ ചിലപ്പം ഈ ഹാർഡ്വെയറിൽ കോഡ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ അതിന് നമ്മൾ CD ഇട്ടിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടോ? എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്ന് നോക്കട്ടെ. റൈറ്റ് ഈവൻ ക്വാളിറ്റി കമ്പനീസ് അത് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം
ഈ ഗിറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ആളുടെ സെക്കൻഡ് ബിഗ് പ്രോജക്റ്റ് ആയിട്ട്. ആളുടെ ഫസ്റ്റ് ബിഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ലിനക്സ് ആയിരുന്നു. ലിനക്സ് ഡെവലപ്പ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആള് ഗിറ്റ് എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ബെസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചെയ്തത്. ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഫൗണ്ടർ ഓഫ് ഗിറ്റ് എന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ലിനക്സ് എന്ന് ലൈക്ക് ക്രിയേറ്റർ ഓഫ് ലിനക്സ് എന്ന് നോക്കിയാൽ മതി. സോ ബാക്ക് ടു മൈ പോയിന്റ്. ദെൻ നമുക്ക് ഈസി ആയിട്ട് കോഡിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഗിറ്റപ്പ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഗിറ്റപ്പ് ഇന്റഗ്രേറ്റ് CI/CD ത്രൂ ഗിറ്റപ്പ് ആക്ഷൻസ്. ലൈക്ക് ഗിറ്റപ്പ് ആക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഫീൽഡ് ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്, അതായത് ഡെവലപ്പർ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. അതായത് ഇപ്പം ഞാൻ ഒരു വെർഷൻ ഒരു 3 months കൊണ്ട് ഒരു പ്രോജക്റ്റിന്റെ ഫസ്റ്റ് വെർഷൻ ഡെവലപ്പ് ചെയ്തു. ദെൻ അടുത്ത 1 week അല്ലെങ്കിൽ 2 weeks കൊണ്ട് അടുത്ത വെർഷൻ ഡെവലപ്പ് ചെയ്തു. സോ അതിനെ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഡിപ്ലോയ് ചെയ്യാൻ വേണം. സോ അതിനെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഡിപ്ലോയ്മെന്റ് ചെയ്യും. അപ്പം അതിനെ ഹെൽപ്പ് ചെയ്യാനും ഗിറ്റപ്പ് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രൊമിനന്റ് ആയിട്ടുള്ള കമ്പനീസിൽ ഇപ്പൊ TCS അല്ലെങ്കിൽ ഗൂഗിള് ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസിലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഈ വെർഷൻ കൺട്രോൾസിന്റെ അവരുടെ തന്നെ കസ്റ്റം വെർഷൻ കൺട്രോൾസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗിറ്റ് ലാബ് കൂടുതലും പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഗിറ്റപ്പ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും മിക്ക കമ്പനീസും അവരുടെ തന്നെ ഓൺ കസ്റ്റം വെർഷൻ കൺട്രോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വർക്ക് ഫ്ലോയും കാര്യങ്ങളും എല്ലാം സെയിം ആയിരിക്കും. ദെൻ നമുക്കൊരു എങ്ങനെ ഒരു ഗിറ്റപ്പ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് ലൈക്ക് എങ്ങനെ ആക്ച്വലി ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. തിയറി പാർട്ടുകൾ മാറ്റി നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലിനക്സ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? വെർച്വൽ മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്. വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നു, അല്ലാതെ ഗിറ്റ് യൂസ് ചെയ്യുന്ന ആരുമില്ല? ലിനക്സ് യൂസ് ചെയ്യുന്ന ആരുമില്ല? സോറി ലിനക്സ് യൂസ് ചെയ്യുന്ന ആരുമില്ല? ഉബുണ്ടു അല്ലെങ്കിൽ പാരറ്റോ എന്തെങ്കിലും ഒരു ഡിസ്ട്രോ യൂസ് ചെയ്യുന്ന ആരുമില്ല? അല്ലെങ്കിൽ മാക് യൂസ് ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ? സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി ഗിറ്റ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിറ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്യുക. ദെൻ ഇങ്ങനൊരു വിൻഡോസിലേക്ക് പോവുക, അതായത് ഏതാണോ നിങ്ങളുടെ ഓപ്പറേഷൻ സിസ്റ്റം അതിലേക്ക് പോവുക. ദെൻ ഇവിടെ നിങ്ങൾ ഈ ജസ്റ്റ് ഗിറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ആ സിപ്പ് ഫയലായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗിറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഓൾമോസ്റ്റ് എല്ലാവരുടെയിലും കാണും, എന്നാലും ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ഗിറ്റ് -- വെർഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് വെർഷനിലാണ് നിങ്ങളുടെ ഗിറ്റ് ഉള്ളത് എന്നറിയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഗിറ്റ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വിൻഡോസിൽ സെറ്റപ്പ് ചെയ്യുക. നിങ്ങൾ അതിന് മുമ്പ് ഗിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റോ ടെർമിനലോ എടുത്തിട്ട് ഗിറ്റ് -- വെർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വെർഷനാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ദെൻ നിങ്ങൾ ഫസ്റ്റ് ഗിറ്റപ്പ് എടുക്കുക. സോ ഗിറ്റപ്പ് അക്കൗണ്ട് ഉള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹലോ, ഈ കൈ അയക്കുന്നത് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഓക്കെ, ഗിറ്റപ്പ് ഫോണിൽ ഗിറ്റപ്പ് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന്റെ UI ഭയങ്കര പാടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. സിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതെവിടെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം, നോ പ്രോബ്ലം. സിയിലാണ് കൂടുതലും പേര് യൂസ് ചെയ്യുക, ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്യാറ്. ഓക്കെ, ഗിറ്റബ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. കാരണം നിങ്ങളിപ്പം ഒരു കമ്പനിയിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഗിറ്റബ് ആക്ഷൻസ് ആണ് നോക്കുന്നത്. ഇപ്പം ചിലപ്പോ നിങ്ങളോട് ഈവൻ തോ ചില കമ്പനീസിൽ നിങ്ങളുടെ ഗിറ്റപ്പ് ID സ്പെസിഫിക്കലി അവർ ചോദിച്ചിട്ട് നിങ്ങളെ കുറിച്ചൊരു സ്റ്റഡി നടത്തും. ഇപ്പൊ നിങ്ങളൊരു പ്ലേസ്മെന്റ് ഡ്രൈവിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് അതിന് ഒരു 1 weekന് ശേഷമേ ഒരു രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് 1 week അല്ലെങ്കിൽ 2 weekന് ശേഷം നിങ്ങളെ ആ ഒരു ഡ്രൈവിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങളെ പറ്റി ഫുൾ അവർ പഠിക്കും. നിങ്ങൾ അവിടെ വന്നിരിക്കുമ്പോഴേ നിങ്ങളുടെ ഫുൾ അനലറ്റിക്സ് അവരുടെ കയ്യിലുണ്ടാവും.
നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്തോരം സ്കില്ലുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുണ്ടോ, ഇതെല്ലാം അറിയുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുണ്ടോ എന്ന് അറിയുന്നത് നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. നിങ്ങളുടെ ലിങ്ക്ഡിനിൽ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ടെക്നിക്കലി നോളജ് ഉണ്ടോ, നിങ്ങൾക്ക് കോഡിംഗ് സ്കിൽസ് ഉണ്ടോ എന്ന് നോക്കുന്നത് നിങ്ങളുടെ ഗിറ്റ്ഹബിന്റെ പ്രൊഫൈൽ നോക്കിയിട്ടായിരിക്കും. നിങ്ങളുടെ റെപ്പോസിറ്ററി എന്തൊക്കെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചേക്കുന്ന എല്ലാ റെപ്പോസിറ്ററീസും പബ്ലിക് ആക്കാറുണ്ട് എല്ലാവരും. ലൈക്ക് ചില ഭയങ്കര ഇതുമായിട്ടും കോഡ് ചെയ്യുന്ന ആൾക്കാരുടെ ചിലപ്പോൾ റെപ്പോസിറ്ററീസ് 10-20 ആയിരിക്കും. ഒരു സമയം നോക്കുമ്പോൾ 100-150 മാറും. അപ്പം നമുക്ക് മനസ്സിലാവും അവർ പ്രൈവറ്റ് ആക്കി വെച്ചിരുന്നത്, അതായത് ആർക്കും കാണാൻ പറ്റാതെ വെച്ചിരുന്ന കാര്യങ്ങൾ അവർ പബ്ലിക് ആക്കി. റീസൺ, അവർ ഏതോ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഗിറ്റബ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ലൈക്ക് ടെക്നിക് ഇൻഡസ്ട്രിയിൽ ഗിറ്റബ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, ഫൈൻ. നമുക്ക് ഏതായാലും നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. നമുക്കിനിയും ഇതാണ് ഗിറ്റബ് എന്ന് പറയുന്നത്. ഇതിനൊരു ഇന്റർഫേസ് ഇങ്ങനെ വരും. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് ലോഗിൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളത് പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് ലോഗിൻ ചെയ്യുക. സോ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. സോ ഈ ഒരു പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു റീഡ്മി പോലെ കാണിക്കും. എന്താണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് കുറച്ച് അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. സോ നമുക്ക് ആസ് വർക്കിംഗ് പ്രൊഫഷൻസ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മേഖലയാണ് റെപ്പോസിറ്ററീസ്. സോ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സുകളുടെ റെപ്പോസിറ്ററീസ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, പബ്ലിക്കോ പ്രൈവറ്റോ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂ റെപ്പോസിറ്ററി എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ റെപ്പോസിറ്ററിക്ക് പേര് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യണം പബ്ലിക് ആക്കണോ പ്രൈവറ്റ് ആക്കണോ. സോ പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊരാൾ നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ കയറിയാലും നിങ്ങൾക്ക് അയാൾക്ക് നിങ്ങളുടെ ആ ഒരു പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ ആ റെപ്പോസിറ്ററി കാണാൻ പറ്റും. സോ നിങ്ങൾ പബ്ലിക് ആക്കിയിട്ട് ഒരു റെപ്പോസിറ്ററീസ് ലൈക്ക് ഒരു ഡമ്മി പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തിട്ട് അതിനെ പബ്ലിക് ആക്കാം. അല്ലാതെ നിങ്ങളുടെ കോളേജ് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത നിങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അത് ആരെയും കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു പ്രൈവറ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ വിസിബിലിറ്റി നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ റീഡ്മി എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. സോ അതിനകത്തായിരിക്കും നമ്മൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്താണ് ഈ പ്രോജക്റ്റ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ അത്തരം കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും ഈ റീഡ്മി എന്ന് പറയുന്ന ഫയൽ. സോ നമുക്ക് എങ്ങനെ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെപ്പോസിറ്ററിയുടെ പേര് എഴുതാൻ വരും. സോ ഞാനിപ്പോൾ അതിനെ പേസ്ലാബ് എന്ന് കൊടുക്കുകയാണ്. ദെൻ നമുക്കിതിന്റെ വിസിബിലിറ്റി നമുക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ നമുക്ക് പബ്ലിക് ആക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാം. സോ ഞാനിപ്പോൾ അത് തൽക്കാലം പബ്ലിക് ആക്കുന്നു. ദെൻ ഒരു ചോദ്യം ചോദിക്കാം, ലൈക്ക് ആഡ് റീഡ്മി, അതായത് റീഡ്മി ആഡ് ചെയ്യണോ വേണ്ടയോ. ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ റീഡ്മി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. നോർമലി എപ്പോഴും നമ്മൾ ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് റീഡ്മീനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ റീഡ്മീനെ ആഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇപ്പം ഒരു ഓക്കെ, നൗ പേസ്ലാബ് എന്ന് പറഞ്ഞൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി. ഹലോ, ഞാൻ കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ഓക്കെ. ഇതുവരെ ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ലൈക്ക് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഇനി എന്താണ് കമ്മിറ്റ്? ഈ കമ്മിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങളിപ്പോൾ ഒരു കോഡ് പുഷ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്തു. ഒരു ആക്ഷൻ പെർഫോം ചെയ്തതിന് അല്ലെങ്കിൽ ഒരു ചേഞ്ച് പെർഫോം ചെയ്തതിനെ പറയുന്ന പേരാണ്, നമ്മുടെ ഗിറ്റബ് ടെർമിനലിൽ പറയുന്ന പേരാണ് കമ്മിറ്റ്. അതായത് ഇപ്പം എൻ്റെ ഈ ഒരു റെപ്പോസിറ്ററിക്കകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു റീഡ്മി ഉണ്ട്. ആ റീഡ്മിക്കകത്ത്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കും. സോ ഇവിടെ ഇപ്പോൾ റീഡ്മി എന്ന് പറഞ്ഞൊരു ഒറ്റ ഫയലേ ഉള്ളൂ, അതിന് താഴെയാണ് റീഡ്മി. അപ്പം ഞാൻ ഈ റീഡ്മി ക്ലിക്ക് ചെയ്തു, അപ്പം എനിക്ക് റീഡ്മി വന്നു. ദെൻ കോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഇതിന്റെ കോഡ് കാര്യങ്ങൾ കാണാൻ പറ്റി. സോ ഞാനിവിടെ ഒരു ഹാഷ് ഇട്ടിട്ട് ഈ MD എന്ന് വെച്ചാൽ മാർക്ക് ഡൗൺ എന്നാണ്. ലൈക്ക് നിങ്ങൾ മാർക്കപ്പ് ടെക്സ്റ്റ് പഠിച്ചില്ലേ, HTML അങ്ങനത്തെ ഒരു ടൈപ്പ് ഫയലാണിത്. സോ ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തു. ലൈക്ക് ഇപ്പൊ ഞാനൊരു ചേഞ്ച് വരുത്തി, ആ ചേഞ്ചിനെ ഞാൻ കമ്മിറ്റ് ചെയ്യാൻ പോവാം.
അപ്പം എനിക്കൊരു കമ്മിറ്റ് മെസ്സേജ് ഇവിടെ എഴുതാം, എന്താണ് ഞാൻ അവിടെ ചേഞ്ച് വരുത്തിയത്. അപ്പം ഞാൻ അപ്ഡേറ്റ് റീഡ്മി, ഞാൻ റീഡ്മി എന്ന് പറയുന്ന ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തു. സോ ഞാൻ ആ കമ്മിറ്റ് കൊടുത്തു. സോ എൻ്റെ ലൈക്ക് ഞാനിവിടെ പേജ് ലാബ് എന്ന് എഴുതി, താഴെ ഞാൻ ടെസ്റ്റ് എന്ന് എഴുതി. സോ ഒരു അപ്ഡേറ്റ് റീഡ്മി എന്ന് പറഞ്ഞ എൻ്റെ ഒരു കമ്മിറ്റ് മാറി. സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ കമ്മിറ്റ് ചെയ്ത ആ മെസ്സേജ് കാണാം. സോ ലാസ്റ്റ് നമ്മൾ എന്താണോ കമ്മിറ്റ് ചെയ്യുന്നത് ആ കമ്മിറ്റിംഗ് മെസ്സേജ് ഇവിടെ ആ ഒരു ഫയലിൽ വന്ന് കിടക്കും. സോ ഇതാണ് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നതും അതിനകത്ത് ഒരു ഇനീഷ്യൽ കമ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പം എന്താ പറയാ, ഈ ഒരു ഗിറ്റ് ഹബിനകത്ത് കിടന്ന് മാത്രം നമുക്ക് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കോഡ് എഴുതണമല്ലോ. അപ്പൊ നമുക്ക് കോഡ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലൈക്ക് എങ്ങനെ കോഡിലോട്ട് അല്ലെങ്കിൽ VS കോഡിലോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് എഡിറ്ററിലോട്ട് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സോ ഇപ്പം ഓക്കെ, അതിന് മുമ്പ് കുറച്ച് ബേസിക് ടെർമിനൽ കമാൻഡ്സ് നിങ്ങൾ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മോർ ഓവർ നമുക്ക് GUI അതായത് ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗിറ്റ് ഹബ് യൂസ് ചെയ്യാമെങ്കിലും ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഗിറ്റ് ഹബ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കമാൻഡ്സ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ആണ് PWD. PWD എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. നമ്മളിപ്പം ഒരു ടെർമിനൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഗിറ്റ് ഹബിനെ അല്ലെങ്കിൽ ഗിറ്റിനെ ഫുൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. സോ അപ്പം നമ്മൾ ടെർമിനലിൽ കുറച്ച് കമാൻഡ്സ് പഠിക്കണം, എങ്കിലേ നമുക്ക് ലൈക്ക് ഫ്യൂച്ചറിലും ടെർമിനൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചിലപ്പം നിങ്ങളോട് ഒരു കോഡ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് കോഡ് ചെയ്ത് കാണിക്കാൻ പറയും. അപ്പം നിങ്ങൾ ഓൺലൈനിൽ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അത് കാണിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എന്താ പറയാ എക്സ്പേർട്സിനോട് സംസാരിച്ചറിയാം, അവരെപ്പോഴും ടെർമിനലിൽ കൂടെ ആയിരിക്കും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് നേരെ ഗിറ്റബിലോട്ട് പോകുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. എപ്പോഴും ഒരു ഇന്റർവ്യൂർ നോക്കുന്നത് നിങ്ങൾ എന്തോരം നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാം, നിങ്ങൾ എന്തോരം അതുമായിട്ട് ഫെമിലർ ആണെന്ന് എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സുകൾ അതായത് ടെർമിനൽ കമാൻഡ്സുകൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ PWD എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. സോ LS എന്ന് വെച്ചാൽ ലിസ്റ്റ് ഫയൽസ്. അതായത് ഇപ്പൊ നമ്മളൊരു ഡയറക്ടറിയിൽ, അപ്പം നമ്മൾ എപ്പോഴും ടെർമിനലിനെ ഒരു ഡയറക്ടറീസ് പോലെ കാണണം, അതായത് ഒരു ഫയൽ സ്ട്രക്ചർ പോലെ കാണണം. കുറെ ഫയൽ ഉണ്ട്, കുറെ ഫോൾഡേഴ്സ് ഉണ്ട്. ആ ഫോൾഡേഴ്സിനകത്തോട്ട് അതായത് നമ്മൾ ഈ ലോക്കി സീരീസിനകത്ത് TVA ഇല്ലേ, അതുപോലെ നമ്മൾ ടെർമിനലിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ദെൻ നമ്മൾ ഇപ്പം നമ്മളൊരു വർക്കിംഗ് ഡയറക്ടറി നിൽക്കുക, ആ വർക്കിംഗ് ഡയറക്ടറി എനിക്ക് തോന്നുന്നു ഞാനൊരു ടെർമിനൽ എടുത്ത് കാണിച്ചു. സോ നമുക്ക് PWD പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. സോ ഞാനിപ്പോ നിൽക്കുന്നത് എൻ്റെ ഹോമിലാണ് ഞാനുള്ളത്. സോ ഞാൻ ഇനിയും LS എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹോമിലുള്ള ഫയൽസിനെ എല്ലാം ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പം CD എന്ന് വെച്ചാൽ ഞാനിപ്പം നിൽക്കുന്ന ഡയറക്ടറിനെ ചേഞ്ച് ഡയറക്ടറി എന്നാണ് CD-യുടെ അർത്ഥം. സോ ഞാൻ ഡെസ്ക്ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലോട്ട് പോയി. സോ ദിസ് ഇസ് ഞാനിപ്പോൾ ഡയറക്ടറി ചേഞ്ച് ചെയ്തു. ഇപ്പം എൻ്റെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡെസ്ക്ടോപ്പാണ്. ഇനി ഞാൻ LS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫയൽസും ഫോൾഡേഴ്സും ഇവിടെ ലിസ്റ്റ് ആവും. ദെൻ ഞാനിപ്പം ഇത് ക്ലിയർ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ്. സോ ഇത് ക്ലിയർ ആയി. ഇനിയിപ്പം അടുത്തതെന്ന് പറയുന്നത് എനിക്കിപ്പം എനിക്ക് ഈ ഡെസ്ക്ടോപ്പിന്റെ അകത്ത് എന്തെങ്കിലും കയറണം. ലൈക്ക് ഇപ്പം എനിക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതിന് പറയുന്നതാണ് ഒരു ഡയറക്ടറിനെ എനിക്ക് മേക്ക് ചെയ്യണം. സോ മേക്ക് ഡയറക്ടറി MKDIR എന്നൊരു കമാൻഡ് യൂസ് ചെയ്യണം, മേക്ക് ഡയറക്ടറി. അപ്പം ഞാൻ ഇനിയിപ്പം പേജിലാണ് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ആയി. സോ ഞാൻ ഇനി ആ ഡയറക്ടറിയിലോട്ട് പോകണം, CD പേജിലാണ്. ഓക്കെ, ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്നത് പേജ് ലാബ് എന്ന് പറഞ്ഞ വർക്കിംഗ് ഡയറക്ടറിയിലാണ്. സോ ഞാൻ PWD നോക്കും. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് ലെറ്റ് മീ ക്രിയേറ്റ് ടച്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്ത് എനിക്കൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം test.txt.
സോ ഞാൻ LS എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയല് ക്രിയേറ്റ് ആയി. ഇനി എനിക്കതിനെ ഡിലീറ്റ് ചെയ്യണം. റിമൂവ് ടെസ്റ്റ് LS നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി. സോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ. ഇനി ഈ ഒരു ഡയറക്ടറിയിൽ നിന്ന് എനിക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹലോ ബ്രോ ഷെയറിംഗ് ഓൺ ആണോ? സ്ക്രീൻ എങ്ങനെ ഷെയറിംഗ് ഓൺ ആണോ സാറിന്റെ? കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയാം. സാറിന്റെ സ്ക്രീൻ ഷെയറിംഗ് ഓൺ ആണോ എന്ന് ചോദിച്ചതാ. ഓണല്ലേ? കാണാനില്ല. ഓണാണല്ലോ. ഓണാ ഒന്ന് ചെക്ക് ചെയ്യുവോ? വിസിബിൾ ആണ്. ഓക്കെ ഓക്കെ. ഇനിയും എനിക്കിപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പൊ എന്റെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് പേസ് ലാബാണ്. എനിക്ക് ഈ പേസ് ലാബിൽ നിന്ന് ഡെസ്ക്ടോപ്പിലോട്ട് പോകണമെങ്കിൽ, അതായത് എനിക്ക് മുന്നോട്ട് പോകാൻ നമുക്കറിയാം CD കൊടുത്തിട്ട് ഏതാണോ പോകേണ്ട അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ എനിക്ക് ലിനക്സിൽ യൂസ് ചെയ്യുന്നില്ലേ? വിൻഡോസിലൊന്നും ചേഞ്ച് ഉണ്ടോ? ഇങ്ങനെ CMD ഓപ്പൺ ചെയ്തിട്ട് LS അടിക്കുന്ന നമുക്കൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. LS CMD യൂസ് ചെയ്യില്ല, ടെർമിനൽ യൂസ് ചെയ്യാം. ഏറെക്കുറെ എല്ലാം എനിക്ക് തോന്നുന്നു LS പകരം LA ആണെന്ന് തോന്നുന്നു, ലൈക്ക് വിൻഡോസിന്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ. ഇനി ഈ ഒരു പേസ് ലാബ് എന്ന് പറഞ്ഞ വർക്കിംഗ് ഡയറക്ടറിയിലാണ് ഞാൻ നിൽക്കുന്നത്. സോ എനിക്ക് പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് CD ഡബിൾ ഡോട്ട് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. ഇപ്പം എന്നെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻലി കുറച്ച് കമാൻഡ്, അതായത് ഈ ഒരു ടോക്ക് സെക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ടെർമിനൽ കമാൻഡ്സ്. ഇനി അല്ലാതെ 1-2 ടെർമിനൽ കമാൻഡ്സുകളുണ്ട്. ഇല്ല, ഇത്രയൊക്കെ തന്നെ ധാരാളം. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം, ലൈക്ക് എങ്ങനെ ഒരു റെപ്പോസിറ്ററിനെ ക്ലോൺ ചെയ്തെടുക്കാം. സോ ഇതാണ് ബേസിക് ഗിറ്റ് കമാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇത് വിൻഡോസിലും ലിനക്സിലും എല്ലായിടത്തും സെയിം ആണ്. അപ്പം ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു, ദെൻ ആ ഒരു റെപ്പോസിറ്ററിയും നമ്മുടെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സിസ്റ്റവുമായിട്ടൊരു ഒരു ഒരു ഇനീഷ്യലൈസേഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഗിറ്റ് ക്ലോൺ, അതായത് നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററി, അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരു നമ്മുടെ വർക്കിംഗ് പ്രൊഫഷനിലെ ഒരാൾ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റെപ്പോസിറ്ററിനെ ക്ലോൺ ചെയ്ത് എടുത്തിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് അതാക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യുക. സോ അതിന് യൂസ് ചെയ്യുന്നതാണ് ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞ കമാൻഡ്. ദെൻ നമ്മൾ ഗിറ്റിന്റെ സ്റ്റാറ്റസ് അറിയാം, അതായത് വർക്കിംഗ് ഡയറക്ടറീസ്, ചേഞ്ചസ്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യും. അടുത്ത ഒരു കമാൻഡാണ് ഗിറ്റ് ആഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ആ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫയലിനെ ഗിറ്റിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഗിറ്റ് ആഡ് ഡോട്ട്, ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 100-150 ചേഞ്ചസ് പല പല ഫയൽസിലായിട്ട് വരുത്തി. ഇപ്പൊ നമുക്ക് ഒരിക്കലും എല്ലാ ഫയൽസിന്റെയും പേര് എഴുതി വെക്കാൻ പറ്റില്ല. അതിന് പകരം ഏതൊക്കെയാണ് ചേഞ്ച് വന്നത്, അതായത് സ്റ്റേജ് ചേഞ്ച് വന്നിട്ടുള്ള ഏതൊക്കെയാണ്, അതിനെ എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞൊരു ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യാം. ദെൻ നമ്മൾ കമ്മിറ്റ് മെസ്സേജ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മിറ്റ് ചെയ്താൽ അതിനൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഗുഡ് പ്രാക്ടീസ് ആണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഓതന്റിക്കേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡാഷ്ബോർഡ് ടോട്ടലി കംപ്ലീറ്റ് ചെയ്തു. സോ അത് എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് ഞാൻ വരുത്തിയ മാറ്റം എന്നത് ഞാൻ മെസ്സേജ് ആയിട്ട് അയച്ചു. അങ്ങനെ അയക്കുമ്പോൾ, അതായത് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീടാണെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ ആരാണ് ആ ഒരു ഫീച്ചർ ചെയ്തത്, എന്താണ് അതിനകത്തെ പ്രശ്നം എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസിന്റെ കാര്യം ഞാൻ പറയാം. അതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊരു ഇനിഷ്യലി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളിപ്പം CD ഇപ്പൊ നമ്മൾ പേസ് ലാബ് എന്ന് പറഞ്ഞ വർക്കിംഗ് ഡയറക്ടറിയിലാണ് ഉള്ളത്. സോ ഇനി ഞാൻ ഗിറ്റ് ക്ലോൺ
നമ്മളിപ്പം കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ റെപ്പോസിറ്ററിനെ ഞാൻ ക്ലോൺ ചെയ്തെടുക്കാൻ പോവുകയാണ്. സോ നമുക്ക് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് HTTP എന്ന് പറഞ്ഞൊരു ലൈക്ക് ഇവിടെ വരിക, ലൈക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കോഡ് എന്ന് പറഞ്ഞൊരു സോറി ഓക്കെ, നിങ്ങളുടെ റെപ്പോസിറ്ററി എടുക്കുക. റെപ്പോസിറ്ററി എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കോഡ് എന്ന് പറഞ്ഞൊരു ഒരു ബട്ടൺ കാണും. സോ അവിടെ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. സോ ഈ ഡ്രോപ്പ് ഡൗണിൽ HTTP, SSH അതുപോലെ തന്നെ GitHub CLI ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഹലോ ആ പറയൂ. ഇങ്ങനത്തെ ഇന്റർഫേസ് അല്ല കാണിക്കുന്നത്, വേറെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. എവിടെയായിരുന്നു? ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്തു, പക്ഷെ ഇങ്ങനെയല്ല കാണിക്കുന്നത്. എങ്ങനെയാടാ? സാറ് ഓപ്പൺ ചെയ്ത് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഈ സാറിന്റെ ഇന്റർഫേസ് പോലെ അല്ല. ഇതില് സെറ്റപ്പ് ഗിറ്റ്ഹബ് കോപ്പൈലറ്റ്, ആഡ് കൊളാബറേഷൻ ടു ദിസ് റെപ്പോസിറ്ററി, ക്വിക്ക് സെറ്റപ്പ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇപ്പോഴാണോ ഗിറ്റപ്പ് എടുത്തേ? ഇപ്പൊ ഓപ്പൺ ആയി വന്നേ ഉള്ളു. എന്നിട്ട് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തോ? ഹലോ പോയോ? ആരാണോ ചോദിച്ചത്? അതായത് നമ്മളിപ്പോ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചിലപ്പം എന്താ പറയാ ഒന്നും കാണിക്കില്ല. അതൊന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് ഓക്കെ, റീഡ്മി ഫയൽ ഇല്ലായിരിക്കും. മേ ബി റീഡ്മി ഫയൽ കൊടുത്തിട്ടില്ലായിരിക്കാം. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തെങ്കിൽ റീഡ്മി ഫയൽ കൊടുത്തിട്ടില്ലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ഉണ്ടാവില്ല. ഓക്കെ ഫൈൻ, നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലോൺ ചെയ്യുന്നത് നോക്കാം. സോ നമുക്കിപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന HTTP ആണ്. ജസ്റ്റ് ഇത് ഇവിടുത്തെ ഭാഗം കോപ്പി ചെയ്തെടുക്കുക. ദെൻ അത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ഡയറക്ടറിയിലേക്ക് നമ്മുടെ റെപ്പോസിറ്ററി ക്ലോൺ ആകും. ദെൻ നമുക്ക് ജസ്റ്റ് LS എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് ലാബ് എന്ന് പറഞ്ഞ വേറൊരു ഫോൾഡർ ഇതിനകത്തുള്ളത് കാണാം. സോ നമുക്ക് അതിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമാൻഡ്സ് ആദ്യം ഒന്ന് ജസ്റ്റ് പഠിപ്പിച്ചത്. ഇപ്പൊ നമ്മുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിനകത്ത് പേസ്റ്റ് ലാബ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്താണ്. ദെൻ ഞാനിപ്പം കോഡ് ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗിറ്റ്ഹബില് ഫയൽ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടി പറയാൻ പറ്റുമോ? പറയാലോ. സോ ഓക്കെ, നമ്മളിപ്പോ റെപ്പോസിറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ? സോ അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്താണോ നിങ്ങളുടെ റെപ്പോസിറ്ററിയുടെ പേര് അത് കൊടുക്കുക. ദെൻ ഇവിടെ ജസ്റ്റ് ഒരു ആഡ്മി ഫയൽ, റീഡ്മി ഫയൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ഒന്ന് ടോഗിൾ ബട്ടൺ ഒന്ന് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഒരു റീഡ്മിയും കാണാൻ പറ്റും. എന്നിട്ട് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുക. പ്രൈവറ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSH കീ എന്ന് പറഞ്ഞൊരു കാര്യം ഇൻബിൽഡ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. അത് ഞാൻ പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെപ്പോസിറ്ററി ക്രിയേറ്റ് ആവും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ ഫൈൻ. ഓക്കെ, നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു. പേസ്റ്റ് ലാബ് എന്ന് പറഞ്ഞ നമ്മുടെ റെപ്പോസിറ്ററി നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു. ഇപ്പൊ നമുക്ക് റീഡ്മി ഫയൽ എന്ന് പറഞ്ഞൊരു മാത്രം ഫയൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടി. ഇനിയിപ്പോ നമ്മൾ ഗിറ്റ്ഹബിലോട്ട് അധികം നോക്കണ്ട. നമുക്കിനിയും ജസ്റ്റ് ഗിറ്റിലേക്ക് നമ്മുടെ എന്താ പറയുക കോഡ് എഡിറ്ററിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇവിടെ ഇപ്പം നമുക്ക് 2 കാര്യങ്ങളുള്ളത്. അതായത് ഇപ്പം ഞാനൊരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് എൻ്റെ ഒരു ആസ് എ പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഒരു പ്രോജക്റ്റിനെ ക്ലോൺ ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ആ ഒരു ഫോൾഡറിൽ അതായത് ഒരു ഡയറക്ടറിയിൽ നമ്മൾ വർക്ക് ചെയ്യുക. എന്താണോ നമുക്ക് വേണ്ട കാര്യം, നമ്മളിപ്പോൾ എന്തിനാണോ എടുത്തത്, ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യാനാണ് എടുത്തത്, അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ചെയ്യാനാണ് എടുത്തത്, നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യാനാണ് എടുത്തത്,
അല്ലെങ്കിൽ നമ്മളൊരു ബോട്ട് ചെയ്യാൻ എടുത്ത്. അപ്പോൾ അതെന്താണോ അത് നമ്മളിവിടെ കോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു main.py എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, ഒരു പൈത്തൺ ഫയൽ. ആൻഡ് ജസ്റ്റ് ഞാൻ അതിനകത്ത് പ്രിന്റ് ചെയ്യുന്നു, ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാനൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നു. സോ അപ്പം ഞാൻ എന്താ പറയാ, ഞാൻ ഈ ഒരു ഡയറക്ടറിയിൽ വർക്ക് ചെയ്തു. ഇനി വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ ബാക്കി ചെയ്യേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പാനിയൻ ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഈ കോഡിന്, ഇപ്പൊ എൻ്റെ ലോക്കലിലുള്ള ഈ ഒരു കോഡിനെ ആൾക്ക് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ക്ലൗഡിലേക്ക് പുഷ് ചെയ്യുക. സോ അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. സോ ലൈക് സ്റ്റെപ്സ് ടു പുഷ് എ കോഡ് ഇൻ ഗിറ്റപ്പ്. നമ്മൾ എങ്ങനെ ഒരു കോഡിനെ ഗിറ്റപ്പിലോട്ട് പുഷ് ചെയ്യും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗിറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ലൈക് ഇപ്പൊ നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു, അപ്പൊ നമ്മൾ അതിനെ ഇനിഷ്യലൈസ്, ഓൾറെഡി ഇപ്പൊ ഇനിഷ്യലൈസ്ഡ് ആണ്, ലൈക്ക് ഇനിഷ്യലൈസ് ആണ്. ദെൻ നമ്മൾ സ്റ്റാറ്റസ് നോക്കാം. ലൈക്ക് കറക്റ്റ് സ്റ്റാറ്റസ് നോക്കണമെന്നില്ല, ബട്ട് നമുക്ക് നോക്കി ഫ്രം സ്റ്റാർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗിറ്റപ്പിന്റെ ലൈക്ക് എന്താണ് ഗിറ്റിന്റെ സ്റ്റാറ്റസ് നോക്കാം. ദെൻ ഗിറ്റ് ആഡ് ചെയ്യുക. ദെൻ ഗിറ്റിന് ഒരു കമ്മിറ്റ് കൊടുക്കുക, ലൈക്ക് ഒരു കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മെയിനിലേക്ക് പുഷ് ചെയ്യുക. അപ്പം നമ്മുടെ കോഡ് എന്താ പറയുക, നമ്മുടെ ഗിറ്റപ്പിലേക്ക് പുഷായി. സോ ഞാൻ ജസ്റ്റ് ഗിറ്റപ്പ് നോർമലി തിയറി എടുക്കാൻ വളരെ കൊള്ളാത്തൊരു സബ്ജക്റ്റ് ആണ്. ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനൊരു എന്താ പറയാ, ഞാനിപ്പം എൻ്റെ ഒരു ഫയൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഗിറ്റ് ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ ഗിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇനിഷ്യലൈസ് ചെയ്തെന്ന് പറയും. കണ്ടോ, റീ ഇനിഷ്യലൈസ് ടു എക്സിസ്റ്റിംഗ് ഗിറ്റ് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞ് കാണിച്ചു. അതായത് ഏതിലേക്കാണ് ഞാൻ ഗിറ്റ് പാസ് ചെയ്തേക്കുന്നത് അതിലേക്ക് ഇത് റീ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കാം. ഗിറ്റിന്റെ സ്റ്റാറ്റസ്, കറന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബ്രാഞ്ചിന്റെ പേര്. ഓക്കെ, ഇനിയും നമുക്ക് ബ്രാഞ്ചുകളെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ബ്രാഞ്ച്? ആർക്കെങ്കിലും ബ്രാഞ്ചിങ് എന്താണെന്നറിയോ? ഹലോ, റൂട്ട് യൂസർ ചെയ്യുന്ന സെയിം സാധനം തന്നെ കോപ്പി ആയിട്ട് മാറ്റിയിട്ട് അതിൽ നമ്മുടെ പരിപാടികൾ ചെയ്യുക, അത് ബ്രാഞ്ചാക്കി മാറ്റി. അങ്ങനെയാണ് നമ്മൾ ലൈക്ക് എന്താ പറയുക, ഒരു പ്ലാന്റിൽ നിന്ന് ഒരു ബ്രാഞ്ച് വരുന്ന പോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാഞ്ച് നമ്മളിരുന്ന് പണിയെടുക്കുന്നു. യെസ്, കറക്റ്റ്. ഓക്കെ, ആയിഷ, എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, സോറി. ഐശ്വര്യ. ഐശ്വര്യ, ഓക്കെ. ഐശ്വര്യ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഒരു 6 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു മെയിൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. അതിന് താഴെയായിട്ട് വേറെ പല പല ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ബ്രാഞ്ചിലായിരിക്കും വർക്ക് ചെയ്യുക. ആ ബ്രാഞ്ചിൽ നമ്മൾ നമ്മുടെ കോഡ് എഴുതി ആ കോഡ് വെരിഫൈ ചെയ്തതിന് ശേഷമേ അതൊരു മെയിൻ ബ്രാഞ്ചിലോട്ട് പാസ് ചെയ്യത്തുള്ളൂ. സോ അവിടെ നമ്മൾ മൈഗ്രേഷനും അതുപോലെ തന്നെ ബ്രാഞ്ചിങ്ങും കാര്യങ്ങളും യൂസ് ചെയ്യും. അപ്പം നമുക്ക് അതാണ് ഏറ്റവും സേഫ്. കാരണം ഇപ്പം എല്ലാവരും ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർറൈറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന് പകരം പല ബ്രാഞ്ചിൽ വർക്ക് ചെയ്ത് ആ കോഡിനെ നമ്മൾ ലാസ്റ്റിൽ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ആ കോഡ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു മെയിൻ ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിക്കും. സോ അതാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. സോ ഇപ്പം നമുക്ക് ഇവിടെ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഓൺ ബ്രാഞ്ച് എന്ന് പറയുന്നത് മെയിൻ ആണ്. ഇപ്പൊ നമ്മുടെ ബ്രാഞ്ചിന്റെ പേരാണ് മെയിൻ എന്ന് പറയുന്നത്. ദെൻ അൺട്രാക്ക് ചെയ്യപ്പെടാത്തൊരു ഫയൽ ഉണ്ട്, അതാണ് main.py. അതായത് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റ് ഹബിൽ ഈ main.py എന്ന് പറയുന്ന സാധനം ഇല്ല. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുണ്ട്, ബട്ട് ഗിറ്റബിനകത്ത് നമ്മുടെ ഈ main.py എന്ന് പറഞ്ഞ ഫയൽ ഇല്ല. സോ അതിനെ എങ്ങനെ ആഡ് ആക്കാം? സോ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഗിറ്റ് ആഡ് ആ ഫയലിന്റെ നെയിം കൊടുക്കാം, main.py. ഇപ്പം നമ്മുടെ ഗിറ്റ് ആഡ് ആയി. ദെൻ നമുക്ക് ഇപ്പൊ ഞാൻ എന്താണോ ആഡ് ആക്കിയത് അതിനെക്കുറിച്ച് നമ്മളൊരു കമ്മിറ്റ് എഴുതണം. ലൈക്ക് അതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ്
ഡാഷ് എന്ന് വെച്ചാൽ മെസ്സേജ് ആണ് എന്ന് കാണിക്കാനായിട്ടുള്ളത്. ദെൻ ക്രിയേറ്റഡ് എന്നാണ് നമ്മുടെ മെസ്സേജ് അത് ടൈപ്പ് ചെയ്തത്, ക്രിയേറ്റഡ് main.py. ദെൻ എൻ്റർ ചെയ്യുക. ദെൻ നമ്മുടെ കമ്മിറ്റ് അവിടെ കിട്ടി. ദെൻ ജസ്റ്റ് നമ്മൾ ഏത് ബ്രാഞ്ചിലേക്കാണോ പുഷ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോർമലി ഇപ്പൊ ഒരു തുടക്കമൊക്കെ നമ്മൾ മെയിനിലോട്ടായിരിക്കും, നമുക്ക് ബ്രാഞ്ചിങ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനിൽ തന്നെ ആയിരിക്കും പുഷ് ചെയ്യുക. അപ്പൊ നമുക്ക് മെയിനിലോട്ട് പുഷ് ചെയ്യാം. അപ്പൊ ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ. സോ നിങ്ങൾ ഈ ഒരു കമാൻഡ്സ് കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിരുന്നാലും അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് നോക്കിയാലും ബെറ്റർ ആണ്. ഇതിങ്ങനെ കാണാതെ പഠിക്കാറില്ല. ബട്ട് നമ്മൾ യൂസ് ടു ആയി നമുക്ക് ഇത് തന്നെ നമ്മുടെ മനസ്സിൽ വരും, എന്താണ് അടുത്ത് അടിക്കേണ്ടത് എന്ന് നമുക്കിത് യൂസ് ടു ആവും. ദെൻ ആഫ്റ്റർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് ഈ ഒരു ഫയലിനെ ഞാൻ പുഷ് ചെയ്തു. ഇനിയിപ്പം ജസ്റ്റ് ഗിറ്റ് പുഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റും. എവറിത്തിങ് അപ് ടു ഡേറ്റ് എന്ന് നമുക്ക് ഈ ഒരു കമാൻഡ് നമുക്ക് പറയുന്നുണ്ട്, എവറിത്തിങ് അപ് ടു ഡേറ്റ്. ഇനി നമുക്ക് ജസ്റ്റ് ഗിറ്റ് ഹബിൽ ഒന്ന് പോയി നോക്കാം, നമ്മൾ ഈ ഒരു main.py അവിടെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പേസ്റ്റ് ലാബ്. ഓക്കെ, ഇവിടെ നമുക്ക് ക്രിയേറ്റഡ് main.py എന്ന് പറഞ്ഞ് ഈ ഒരു ഫയല് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു എന്താ പറയാ ഒരു കോഡിനെ അല്ലെങ്കിൽ ഒരു പുഷ് എങ്ങനെയാണ് നടത്തേണ്ടത്, ഗിറ്റപ്പിലോട്ട് എങ്ങനെയാണ് ഒരു പുഷ് നടത്തുക. ഞാനിപ്പം എന്താ പറയുക ഒരു ഫയൽ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ ഒരു കമ്മിറ്റ് ചെയ്യുമ്പോൾ 10, 500, 600 ഫയൽസിനെ ഒക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ പറ്റും. ബട്ട് ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താ പറയാ കമാൻഡ് ലൈനിൽ കൂടെ കമാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം സംഭവിച്ചെന്താ വെച്ചാൽ നമ്മളൊരു കോഡിനെ പുഷ് ചെയ്തു. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടോ? ഞാൻ ഒന്നുകൂടെ കമാൻഡ്സുകൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഗിറ്റിനെ ഇനിഷ്യലൈസ് ചെയ്തു, ദെൻ അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു, ദെൻ നമ്മൾ ഗിറ്റ് ആഡ് ഫയൽ നെയിം ആണ് ഞാൻ കൊടുത്തത്. ഒരു ഫയൽ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫയൽ നെയിം കൊടുത്തു. ദെൻ ഒരു കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്തു, ഗിറ്റ് കമ്മിറ്റ് -m. എന്താണ് നമ്മുടെ കമ്മിറ്റ് മെസ്സേജ് എന്നുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ് അല്ലായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കമ്മിറ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്ന് എഴുതി കൊടുത്തു. ദെൻ ഗിറ്റിനെ പുഷ് ചെയ്തു, ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ, അതായത് എന്റെ ബ്രാഞ്ച് നെയിം ആണ് മെയിൻ. അപ്പം ഞാൻ ആ ബ്രാഞ്ച് നെയിം അവിടെ പാസ് ചെയ്തു, ഒറിജിൻ മെയിൻ എന്ന് കൊടുത്തു. ദെൻ ഗിറ്റിനെ പുഷ് ചെയ്ത് നോക്കി എവറിത്തിങ് അപ് ടു ഡേറ്റ് ആണോ എന്ന് ഞാൻ വെരിഫൈ ചെയ്തു. അത് തന്നെ ഞാൻ ഈ ഒരു സാർ ഈ റിമോട്ട് ആഡ് എന്ന് പറഞ്ഞൊരു ഇതും കൂടി ഇല്ലേ, ലിങ്ക് കൊടുക്കുന്ന ഒരു സംഭവം. എന്താണ് റിമോട്ട് ആഡ് എന്ന് പറഞ്ഞ് ഒരു കോഡും കൂടി ഇല്ലേ, നമ്മള് ഗിറ്റബിന്റെ ലിങ്ക് നമ്മള് അത് നോർമലി നമ്മളൊരു എന്താ പറയാ നമ്മളിപ്പം റിമോട്ട് ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെപ്പോസിറ്ററിനെ നമ്മൾ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത ഒരു കൊളാബറേഷൻസ് വരുമ്പോൾ നമ്മൾ റിമോട്ട് ആഡ് യൂസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഗിറ്റപ്പിനെ ഈ ഒരു സാധനത്തിനെ ക്ലോൺ ചെയ്തിട്ടാണല്ലോ ചെയ്തത്. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഗിറ്റിനെ എന്താ പറയാ ക്ലോൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ക്ലോൺ ചെയ്തിട്ട് ഗിറ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഗിറ്റിനെ നേരെ ഇപ്പം ഞാൻ ചെയ്തത് നമ്മുടെ ഗിറ്റ് ഹബിൽ വന്നിട്ട് ഈ ഒരു റെപ്പോസിറ്ററിനെ ക്ലോൺ ചെയ്തെടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ ലൈക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ക്ലോൺ ചെയ്തെടുക്കുമായിരുന്നു. അവിടെ ചെയ്യാതെ ജസ്റ്റ് ഈ ഒരു സാധനം കോപ്പി ചെയ്തിട്ട് ഗിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യാതെ ഗിറ്റ് റിമോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു URL പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗിറ്റ് ക്ലോണിങ് അവിടെ നടക്കും. ബേസിക്കലി സെയിം പരിപാടി തന്നെ, പക്ഷെ ഡിഫറെന്റ് വേയിൽ ചെയ്യുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. നമ്മളിപ്പോ ഒരു ഗിറ്റിനെ നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, നമ്മളൊരു സ്റ്റെപ്പും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഗിറ്റിന്റെ ഫസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്തു, ദെൻ അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ചെക്ക് ചെയ്തു, ദെൻ നമ്മൾ ഒരു ഫയലിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ഒരു ഫയലിനെ നമ്മളിവിടെ ആഡ് ചെയ്തു, ദെൻ അതിനൊരു കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്തു, ദെൻ അതിനെ ഒറിജിൻ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. ദെൻ ആ ഒരു പുഷ് എവറിത്തിങ് അപ് ടു ഡേറ്റ് ആണോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ഇത്രയുമാണ് നമ്മളൊരു
കോഡിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ദെൻ ഇപ്പം നമ്മൾ എന്താ പറയാ ഒരു കാര്യം പുഷ് ചെയ്യുകയായിരുന്നു ചെയ്തത്. നമുക്കിനി ഒന്ന് പുള്ള് ചെയ്യണം. അതായത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു, നമ്മളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പാനിയൻ ഒരു ചേഞ്ച് വരുത്തി, ആ ചേഞ്ചിനെ നമുക്ക് പുള്ള് ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പുള്ള് ചെയ്യാം എന്നതാണ്. അതായത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നു. ഇപ്പൊ ഞാൻ ഈ ഒരു മെയിൻ ഡോട്ട് py ഞാൻ കുറച്ച് എഡിറ്റിംഗ് ഈ ഒരു ഗിറ്റപ്പിൽ തന്നെ വരുത്തിയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു അലോ വേൾഡിന് പകരം പ്രിന്റ് ഞാൻ ഇപ്പൊ ഇവിടെ പുള്ളെന്ന് കൊടുത്തു. ജസ്റ്റ് ഞാൻ ഈ ഒരു കോഡ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ദെൻ കമ്മിറ്റ് മെസ്സേജിൽ ഈ ഒരു അപ്ഡേറ്റ് മെയിൻ ഡോട്ട് py എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ഓക്കെ, എൻ്റെ മെയിൻ ഡോട്ട് py ഞാൻ അപ്ഡേറ്റ് ചെയ്തു. എനിക്ക് 2 കോഡ് ഇവിടെ വന്നു. ഇനി ഇതിനെ എങ്ങനെ എനിക്ക് പുള്ള് ചെയ്യാം, അതാണ് നമുക്ക് അറിയേണ്ടത്. ലൈക്ക് ഒരു ഗിറ്റിനെ പുഷ് ചെയ്യാനും പുള്ള് ചെയ്യാനും നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ഇവിടെ ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ ലോക്കലി മെയിൻ ഡോട്ട് py ജസ്റ്റ് പ്രിന്റ് ഹലോ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഗിറ്റബിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കോഡിനകത്ത് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ്, ഇനി നമുക്ക് എങ്ങനെ ഒരു കോഡിനെ പുള്ള് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡയറക്ടറിയിലായിരിക്കണം, ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിയിലായിരിക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രാഞ്ച് ചെയ്താൽ ചെക്ക് ചെയ്യാം. ലൈക്ക് ഏത് ബ്രാഞ്ചാണ്, മെയിൻ ബ്രാഞ്ച് ആണോ അതോ അല്ലാതെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചാണോ നമ്മളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ, അത് വേണോ വേണ്ട, ലൈക്ക് അതൊരു എന്താ പറയുക കറക്റ്റ് പ്രാക്ടീസ് അങ്ങനെയാണ്. ദെൻ നമ്മൾ ജസ്റ്റ് ഒരു പുൾ മെസ്സേജ് കൊടുക്കുക. ജസ്റ്റ് ഗിറ്റ് പുൾ ഒറിജിൻ മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പുൾ ആവും. നമുക്ക് ചെയ്ത് നോക്കാം. ലൈക്ക് ജസ്റ്റ് ഗിറ്റ് ബ്രാഞ്ച്, ഏത് ബ്രാഞ്ച് ആണെന്ന് നോക്കാം. മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ച്, ആകെ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ദെൻ ഗിറ്റ് ഓക്കെ. ഇപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മെയിൻ ഡോട്ട് py ഉണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഇങ്ങോട്ട് വന്നു. ലൈക്ക് ഇവിടെ നമുക്ക് പ്രിന്റ് പുൾ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എഴുതി വെച്ചത് ഇങ്ങോട്ട് വന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാ ഒരു ഗിറ്റിനെ പുള്ള് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ജസ്റ്റ് ഗിറ്റ് പുള്ളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അപ് ടു ഡേറ്റ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുള്ളായി വന്നോളൂ. എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ആയി വരും. സോ ഒരു ഗിറ്റിനെ പുഷ് ചെയ്യുന്നതും പുള്ള് ചെയ്യുന്നതും നമ്മൾ നോക്കി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ അപ്പൊ ആ റെപ്പോയിലുള്ള മുഴുവൻ ഫയലും കിട്ടുമോ അതോ? പിന്നെ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുക test.py ആൻഡ് അതിന്റെ കണ്ടന്റ് ആയിട്ട് ടെസ്റ്റ് എന്ന് കൊടുത്തു. കമ്മിറ്റ് കൊടുത്തു, കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്തു. സോ ഇതൊരു test.py ആണ്. ഞാൻ പുതിയതായിട്ടൊരു ഫയലിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഒരു എന്താ പറയാ ടെസ്റ്റ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റിംഗ് കിടപ്പുണ്ട്. ദെൻ ഇവിടെ ഞാൻ ജസ്റ്റ് ഗിറ്റ് പുൾ എന്ന് പറഞ്ഞ ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ആ ടെസ്റ്റ് py എന്ന് പറയുന്ന ഫയല് ജനറേറ്റ് ലൈക്ക് പുള്ളായി വന്നു. ഓക്കെ, ഫൈൻ. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഗിറ്റ് പുഷും പുള്ളും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന് UI പാർട്ടിൽ VS കോഡിൽ തന്നെ കുറെ ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് നിങ്ങളിപ്പോ ഒരു ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്നിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂസിൽ ടെക്നിക്കൽ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഗിറ്റിനെ കുറിച്ചായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു വെർഷൻ കൺട്രോൾ യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു IT ഫീൽഡിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. അത് പലർക്കും ചില ഒരു സമയങ്ങളിൽ ടെക്നിക്കൽ റൗണ്ടിൽ നിന്ന് തന്നെ ഒരു ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ഇപ്പം ഭയങ്കര ലൈക്ക് ഒരുപാട് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഗിറ്റപ്പ് പോലും അറിയത്തില്ലേ എന്നൊരു ചോദ്യം ചിലപ്പോൾ വരാറുണ്ട്. ഓക്കെ, ഫൈൻ. ഇങ്ങനെയാണ് നമ്മളൊരു ഗിറ്റ് പുഷും പുള്ളും നടത്തുന്നത്. സോ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ?
ഫൈൻ ആണെങ്കിൽ ഞാൻ മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ബ്രാഞ്ചിങ്ങും മെർജിങ്ങും ആണ്. ബ്രാഞ്ചും മെർജുമാണ്. സോ ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സെപ്പറേറ്റ് വർക്ക് സ്പേസ്. അതായത് നമ്മളിപ്പം നമുക്കിപ്പം ഇപ്പം നമ്മൾ ഒരു കാര്യം വർക്ക് ചെയ്യാൻ വിചാരിക്കാം. നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഒരു പടം വരയ്ക്കാൻ വിചാരിക്കാം. എല്ലാവർക്കും കൂടെ ഒരു ക്യാൻവാസേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പടം ചിലപ്പോൾ നമ്മളിപ്പം ഒരു വലിയ സീനറി ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പം ഒരു 6-7 ക്യാൻവാസ് വെച്ചിട്ട് ഓരോ ക്യാൻവാസിലും ഓരോരോ പാർട്ട് വരച്ചിട്ട് അതിങ്ങനെ മെർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല രസമായിരിക്കും. അതിന് പകരം എല്ലാവരോടും ഒരു ക്യാൻവാസിൽ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചെറുതാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻവാസിൽ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കുറച്ചു മുമ്പ് ഇവിടെ ആരോ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ, നമുക്കിപ്പോൾ ഒരാൾ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ബ്രാഞ്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ചിലപ്പം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് അണ്ടറിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന് അണ്ടറിൽ ചിലപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കാണും, ചിലപ്പോൾ ഒരു എന്താ പറയാ ഒരു വെബ്സൈറ്റ് കാണും, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ കാണും. അപ്പൊ നമ്മൾ ഒരു പ്രൊജക്ടിന് അണ്ടറിൽ ഒരു റെപ്പോസിറ്ററി അണ്ടറിൽ ചിലപ്പോൾ 5 ബ്രാഞ്ചിൽ 5 ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്തു വെക്കും. അത് ബെസ്റ്റ് പ്രാക്ടീസ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ചിലർ ചെയ്യാറുണ്ട്. അപ്പം അതുപോലെ നമുക്ക് എന്താ പറയുക, ഏറ്റവും അതാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പം 5 ഡിഫറെന്റ് കാര്യങ്ങൾ 5 ബ്രാഞ്ചിൽ ഇടായിരിക്കും. ശരിക്കും അതിനല്ല യൂസ് ചെയ്യുന്നത്. അത് നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5 വെർഷൻസ്, ഒരേ ആപ്പിന്റെ തന്നെ 5 വെർഷൻസ് ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ വെർഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ വെർഷൻസിലും ഓരോ ടൈമിൽ ഏത് വെർഷനാണ് വേണ്ട ആ വെർഷനെ നമ്മൾ മെയിൻ ഓർ മാസ്റ്റർ ആക്കി കൊടുക്കും. സോ അതിനെയാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. സോ എന്താണ് മെർജിങ്? മെർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഞാനൊരു ഡയഗ്രാം കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, സോ ഈ ഒരു സ്ട്രെയിറ്റ് പോകുന്നത് ഒരു നമ്മുടെ മെയിൻ ബ്രാഞ്ച് ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ് ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പുത്തൻ ബ്രാഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് കമ്മിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കമ്മിറ്റും, അതായത് ഓരോ ചേഞ്ചസും നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു സെക്കൻഡ് ബ്രാഞ്ച് എടുക്കും. അപ്പൊ ആ സെക്കൻഡ് ബ്രാഞ്ചിൽ നമ്മൾ എന്താ പറയാ, ഇതുവരെ ചെയ്ത കമ്മിറ്റ്സ് ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ പുതിയ കമ്മിറ്റ്സും ഉണ്ടാവും. സോ കമ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്രാഞ്ചുമായിട്ട്, അതായത് ഈ ഒരു മെയിൻ ബ്രാഞ്ചുമായിട്ട് ഇതിനെ മെർജ് ചെയ്യും. അതായത് ഇതിലുള്ള കണ്ടന്റും കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ നമ്മൾ മെർജ് ചെയ്യും. ലൈക്ക് ഇവിടെ ചിലപ്പോൾ ഒരു കാര്യത്തിന് ഒരു രീതിയിൽ എഴുതും. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരേ പേരുള്ള ഫംഗ്ഷൻസ് ചിലപ്പം 2 ബ്രാഞ്ചിലും വന്നു കഴിഞ്ഞാൽ അതൊരു കോൺഫ്ലിക്റ്റാണ്, അത് വരാൻ പാടില്ല. ഇപ്പം ഞാൻ എഴുതുന്നത്, ഇപ്പം ഞാനൊരു ഫംഗ്ഷന്റെ പേര് ഇപ്പം ABC എന്ന് എഴുതിയെന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ബ്രാഞ്ച് വർക്ക് ചെയ്യുന്ന ABC എന്ന് പറഞ്ഞ് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു എന്താ പറയാ, അതൊരു കോൺഫ്ലിക്റ്റാണ്. ആ കോൺഫ്ലിക്റ്റ് വരാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പം അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് മെർജ് ആവില്ല. ആ മെർജിന് അത് മെർജ് ചെയ്യാനായിട്ട് ഗിറ്റപ്പ് സമ്മതിക്കൂല, അല്ലെങ്കിൽ ഗിറ്റ് സമ്മതിക്കില്ല. ഗിറ്റ് നമുക്ക് ഒരു എറർ കാണിച്ചു തരും, ദർ ഇസ് സംതിങ്, ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ഇടയിൽ, അപ്പൊ നിങ്ങൾ അതൊന്ന് റിസോൾവ് ചെയ്തിട്ട് വരാൻ പറയും. ആ ഒരു കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്തിട്ട് വരാൻ പറയും. സോ അത് നമ്മൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ABCയുടെ കൂട്ടത്തിൽ ഞാനൊരു D കൊടുക്കും. അപ്പൊ ആ പേരങ്ങ് മാറും. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അപ്പം മെർജിങ് റിസോൾവ് ആവും. ഞാൻ ഞങ്ങളുടെ 2 ബ്രാഞ്ചിനെയും കൂടെ മെർജ് ചെയ്ത് മെയിൻ ബ്രാഞ്ചിലോട്ട് കൊടുക്കും. അപ്പം എന്ത് ചെയ്യും, ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ നമുക്ക് ടോട്ടലി നമുക്കൊരു മെയിൻ ബ്രാഞ്ചിൽ ഒരു വെർഷൻ ക്രിയേറ്റ് ആവും. ദെൻ ഞങ്ങളുടെ കയ്യിൽ അതിന്റെ സബ് ബ്രാഞ്ചസ് ഉണ്ട്. സോ ആ സബ് ബ്രാഞ്ചസ് വെച്ചിട്ട് നമ്മൾ മെർജിങ് നടത്തിയിട്ട് ഒരു ടോട്ടൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ നിൽക്കും. സോ ഇതാണ് മെർജിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാഞ്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു പുതിയ ബ്രാഞ്ചിലേക്ക് കോഡ് പുഷ് ചെയ്യാം എന്നീ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ.
നമ്മൾ ഇനി ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യാം. ദെൻ ഗിറ്റ് ബ്രാഞ്ച് കൂട്ടത്തിൽ ഒരു പേര് എന്തെങ്കിലും എന്താണ് നമ്മൾ ഇടാൻ പോകുന്ന ആ ഒരു ബ്രാഞ്ചിന്റെ പേര്, ആ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാഞ്ചിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ചെക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്, ഗിറ്റ് ചെക്ക്ഔട്ട്. ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്രാഞ്ചിന്റെ പേര് എഴുതിയാൽ നമുക്ക് ബ്രാഞ്ചിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ മെയിനിലാണ് നിൽക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചിലേക്ക് നമ്മുടെ ഗിറ്റിനെ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഗിറ്റിനകത്ത് എന്തൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കാം. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, മെയിൻ ബ്രാഞ്ച് ആണുള്ളത്. ഓക്കെ, മെയിൻ ബ്രാഞ്ച് ആണുള്ളത്. സോ അതിന് പകരം ഞാനൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ ഗിറ്റ് ബ്രാഞ്ച് ഓക്കെ ബേസ് ലാബ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം there are 2 branches, മെയിനും ബേസ് ലാബ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ നിൽക്കുന്നത് മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ്. അപ്പൊ എനിക്ക് എന്ത് വേണം, എൻ്റെ പുതിയതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ചിലോട്ട് എനിക്ക് സ്വിച്ച് ആവണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഗിറ്റ് ചെക്ക്ഔട്ട് ബേസ് ലാബ്. ഏതാണോ ബ്രാഞ്ച് അതിന്റെ പേര്. സോ ഇപ്പൊ ഞാൻ ബ്രാഞ്ച് സ്വിച്ച് ചെയ്തു, സ്വിച്ച് ടു ബ്രാഞ്ച് ബേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് ഞാൻ മാറി. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ എന്ത് വേണമെങ്കിലും ലൈക്ക് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഞാനിപ്പോ ഒരു ബേസ് ലാബ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഞാനിവിടെ വെൽക്കം ടു ബേസ് ലാബ് എന്ന് പറഞ്ഞ കോഡ് ഇതിൽ എഴുതി. സോ എനിക്കിനി ഈ ഒരു കോഡ് ഈ ബ്രാഞ്ചിലേക്ക് എനിക്ക് പുഷ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗിറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. അതായത് നമ്മുടെ ഈ ഫയൽസ് എല്ലാം എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റ് ആഡ് എന്ന് പറഞ്ഞൊരു എന്താ പറയാ ഒരു ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്തു. ദെൻ എനിക്ക് ഇനിയും യൂസ് ചെയ്യേണ്ടത് ഗിറ്റ് പുഷ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗിറ്റ് പുഷ് നമ്മൾ നോർമലി ചെയ്തത് ഒറിജിൻ മെയിൻ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ ഏത് ബ്രാഞ്ചാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ എന്താ മെയിൻ എന്നാണോ കൊടുക്കേണ്ടത് അതോ എന്താ കൊടുക്കണ്ടേ? എന്തായിരിക്കും നമുക്കിപ്പോ പുഷ് ഈ ഒരു ബ്രാഞ്ചിലേക്കാണ് നമുക്ക് ഇത് പുഷ് ചെയ്യേണ്ടത്. ഈ ഒരു പേസ് ലാബ് ഡോട്ട് പി വൈനെ നമുക്ക് പുഷ് ചെയ്യേണ്ടത് പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക്. അപ്പം ഞാൻ പുഷ് ചെയ്യുമ്പോൾ ഗിറ്റ് പുഷ് ഡാഷ് ഒറിജിൻ എങ്ങോട്ടായിരിക്കും കൊടുക്കണ്ടേ? ഹലോ, പേസ് ലാബ്. ഓക്കെ, മാളവിക കറക്റ്റ്, പേസ് ലാബിനേക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ ഫൈൻ, പേസ് ലാബിലേക്ക് കോഡ് പുഷ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗിറ്റപ്പിലേക്ക് ഒന്ന് പോകാം. ഗിറ്റപ്പിൽ പോയിട്ട് ഗിറ്റപ്പിൽ ആ സമയത്ത് there is 2 ബ്രാഞ്ച്, ഈ മെയിനും ഓക്കെ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ ഓക്കെ, രണ്ടാമത് ഒരു ബ്രാഞ്ച് വന്നു പേസ് ലാബ് എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ആദ്യത്തെ ബ്രാഞ്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഇതിനകത്ത് പേസ് ലാബ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇല്ല ഈ മെയിൻ എന്ന് പറഞ്ഞൊരു ഈ എന്താ പറയുക ബ്രാഞ്ചിലേക്ക്. ബട്ട് നമ്മൾ പേസ് ലാബിന്റെ ബ്രാഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ നമുക്ക് പേസ് ലാബ് എന്ന് പറഞ്ഞ വന്നില്ലല്ലോ.
ഇവിടെ എന്തോ ഒരു ചെറിയ എറർ സംഭവിച്ചിട്ടുണ്ട്. ലെറ്റ് മീ ചെക്ക്. ഐ തിങ്ക് ഇറ്റ് ഈസ് അപ് ടു ഡേറ്റ്. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് അപ് ടു ഡേറ്റ്, ബട്ട് നമ്മുടെ ഫയൽ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. then നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ബ്രാഞ്ച് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് എന്റെ ബ്രാഞ്ച് ഉണ്ട്. സോ ഒരു ബ്രാഞ്ച് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ ഓക്കെ, ഈ ഒരു ബ്രാഞ്ച് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഈ ഒരു ബ്രാഞ്ച് ഡിലീറ്റ് ആയി. ജസ്റ്റ് ഗിറ്റ് ബ്രാഞ്ചസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കി. ഓക്കെ, ഓക്കെ, ഞാനിപ്പോ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് ന്യൂ എന്ന് പറഞ്ഞ. സോ അതിനകത്തോട്ട് നമുക്ക് ഒന്നുകൂടെ പുഷ് ചെയ്ത് നോക്കാം. ഇതെന്തോ ഗ്ലിച്ച് അടിച്ചാണ്. ചെക്ക് ഔട്ട് ആൻഡ് സോ ഞാനിപ്പം ന്യൂ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ടാണ് സ്വിച്ച് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിട്ട് സ്റ്റിൽ ഇപ്പം എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഈ ബ്രാഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഗ്ലിച്ച് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, കറക്റ്റ് ആയോ? മൂന്ന് ബ്രാഞ്ച് കാണിക്കണം. ഓക്കെ 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 ഒരു സെക്കൻഡേ. ഓക്കെ ഫൈൻ. ഇപ്പൊ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രാഞ്ച് ഒന്ന് കറക്റ്റ് ആയായിരുന്നു. അതൊന്ന് സോർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു ലൈക്ക് ഇതെല്ലാം ഒരു ഫ്ലിപ്പ് ഫ്ലോ ആണ്, ലൈക്ക് ഫിഫ ആണ്. നിങ്ങൾ മേ ബി ഡാറ്റ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു ടോട്ടൽ സാധനം പോകുന്ന അങ്ങനെയാണ്. ഇപ്പം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇപ്പം എൻ്റെ ഗിറ്റിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പക്കയാണ്. ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗിറ്റ് പുഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, അപ് സ്ട്രീമും കാര്യങ്ങളും അവർ ചോദിക്കും. ലൈക്ക് കറന്റ് ബ്രാഞ്ച് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രാഞ്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പം സ്റ്റിൽ ഇതിനകത്ത് 3 ബ്രാഞ്ച് കാണിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒറ്റ ബ്രാഞ്ചേ കാണിക്കത്തുള്ളൂ. ലൈക്ക് മെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചേ കാണിക്കത്തുള്ളൂ.
ഏതായാലും വന്നത് കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റും. അപ്പം ബ്രാഞ്ചിങ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുണ്ട്. ഇപ്പം ഞാൻ ഇതിന് പകരം ജസ്റ്റ് വേറൊരു റെപ്പോസിറ്ററി എടുത്തിട്ട് കാണിച്ചു തരാം. ഒന്നുകൂടി റെപ്പോസിറ്ററി കാണിച്ചു തരാം. ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു സർ മൈക്ക് മ്യൂട്ടഡാ. സോറി. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലേ? ഹലോ. ഇല്ല സർ. ഓക്കെ, അത് ജസ്റ്റ് എൻ്റെ കുറച്ചു മുമ്പ് ചെയ്ത ഞാൻ പറഞ്ഞ എവിടം വരെ കേട്ടു എന്ന് പറയാമോ? ഹലോ. ഈ നമ്മൾ കുറച്ചു മുമ്പ് പേസ് ലാബ് എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം ചെയ്തായിരുന്നു. അപ്പം ഇതിൽ എന്തോ ഒരു കറപ്ഷൻ പറ്റിയിട്ട് നമ്മുടെ ബ്രാഞ്ചസ് സെറ്റ് ആയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തായിരുന്നു. അത് പറഞ്ഞത് കേട്ടായിരുന്നോ? ഹലോ. ഇല്ല. ഓക്കെ. ഞാൻ ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഇറ്റ്സ് ലൈക്ക് ടെസ്റ്റ് 2 എന്ന് പറഞ്ഞ്. സോ അതിനെയാണ് ഞാൻ ഇവിടെ ക്ലോൺ ചെയ്തെടുത്തത്. നമുക്ക് കുറച്ച് മുമ്പ് നോർമലി ഞാൻ ചെയ്ത പോലെ തന്നെ ക്ലോൺ ചെയ്തെടുത്തു. ദെൻ ഞാൻ അതിലേക്ക് പുതിയൊരു ബ്രാഞ്ചിനെ ക്രിയേറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഗിറ്റിന്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ ലൈക്ക് ഇപ്പം എന്താ പറയാ, ചേഞ്ച് കമ്മിറ്റിങ് കാര്യങ്ങളും എല്ലാം സക്സസ് ആണ്. നമ്മളിപ്പോൾ ഒരു പുതിയ ബ്രാഞ്ചിനെ ക്രിയേറ്റ് ചെയ്തു. ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ടോന്ന് അറിയാനായിട്ട് ഗിറ്റ് ബ്രാഞ്ച് എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ്. ദെൻ നമുക്കിനി ഇതിനെ ഗിറ്റ് വിഷ്
origin cashew ബ്രാഞ്ച് അതിനെ സെറ്റ് ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ബ്രാഞ്ചിങ് കാര്യങ്ങളും സോർട്ടായി. സോ ഇതാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് മെർജിങ്ങിലോട്ട് കൊടുക്കാം, അതായത് എങ്ങനെ നമുക്ക് രണ്ട് കാര്യങ്ങൾ മെർജ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം എന്തോ എൻ്റെ ഒരു സിസ്റ്റത്തിൽ എന്തോ വിഷയമുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു റീഡ്മീനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ഓക്കെ ഓക്കെ ഈ ഒരു പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനകത്ത് റീഡ്മി എന്ന് പറയുന്നത് ടെസ്റ്റ് ടു പേസ് ലാബ് എന്ന് പറഞ്ഞ രണ്ട് കണ്ടന്റ് ഉണ്ട്. ഇനി ഞാൻ ഈ മെയിനിൽ വന്നിട്ട് റീഡ്മി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇല്ല, ജസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ. എന്താ പറയാ, ലൈക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് മാത്രമേ ഉള്ളൂ. സോ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് പുള്ളി ചെയ്യാൻ വിചാരിച്ചു. ഈ ഒരു ബ്രാഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഗിറ്റ് പുള്ളി ചെയ്യാൻ വിചാരിച്ചു. ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഗിറ്റ് പുള്ളി എന്ന് വെച്ചാൽ ഗിറ്റ് പുള്ള് ഒറിജിൻ എന്താണ് നമ്മുടെ ഏതാണോ ബ്രാഞ്ച് ഉള്ളത് ആ ഒരു ബ്രാഞ്ചിലേക്ക് നമ്മൾ പേസ് ലാബ് ആണ് നമ്മുടെ ബ്രാഞ്ച്. സോ നമ്മൾ പുള്ള് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ പേസ് ലാബ് എന്ന ബ്രാഞ്ച് കിടക്കുന്ന ഏതാണോ, ലൈക്ക് പേസ് ലാബ് എന്ന ബ്രാഞ്ചിൽ കിടക്കുന്ന കോഡാണ് എനിക്ക് പുള്ളായത്. മെയിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിലെ റീഡ്മിക്കകത്ത് ടെസ്റ്റ് ടു എന്നും പേസ് ലാബ് എന്നും ഉണ്ട്. ബട്ട് മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചിനകത്ത് എന്താ പറയുക, ടെസ്റ്റ് ടു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാനിപ്പോ നിൽക്കുന്ന എന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് പേസ് ലാബ് ആണ്. സോ പേസ് ലാബിൽ എന്തെങ്കിലും മാറ്റം വന്നാലേ അതിവിടെ പുള്ളി ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പം ഇതിനകത്തൊരു മാറ്റം വരുത്തി, പ്രിന്റ് ഹലോ എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രിന്റോ കൂടെ ഞാൻ കൊടുത്തെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ അതിനെ പുഷ് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ ഗിറ്റ് ആഡ് ഡോട്ട്, അപ്പം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണോ അത് ഇതിനകത്തോട്ട് ഇതായി, ലൈക്ക് എന്താ പറയാ, സെറ്റായി. ദെൻ എനിക്കിനി എന്താണോ പുഷ് ചെയ്യേണ്ടത്, ഗിറ്റ് പുഷ് ഏത് ബ്രാഞ്ചിലേക്കാണോ പുഷ് ചെയ്യേണ്ടത് അത് പുഷ് ചെയ്യുക. ഗിറ്റ് പുഷ് ഡാഷ് യു ഒറിജിൻ ഏതാണോ, ലൈക്ക് നമ്മുടെ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചിലേക്ക് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ്, മെയിൻ അല്ല. അപ്പം ഞാൻ പേസ് ലാബ് എന്ന ബ്രാഞ്ചിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, സോ അതിവിടെ വരണം. ഓക്കെ, മെയിൻ അല്ല, പേസ് ലാബ്. അതിവിടെ പുഷ് ആവുന്നില്ല, അതാണ് പുഷ് ആവുന്നില്ല. അതെന്തോ ഒരു വിഷയമുണ്ട്. ഒറ്റ സെക്കൻഡ്.
സർ മൈക്ക് മ്യൂട്ടഡ് ആണ്. സോറി, വെയിറ്റ്. യെസ്. ഓക്കെ, ഫൈൻ. നമ്മുടെ ബ്രാഞ്ചിനെ ചെറുതായിട്ടൊരു കറക്ഷൻ പറ്റിയാണ്. ഓക്കെ, ഫൈൻ. ഇപ്പം ഞാൻ ജസ്റ്റ് കമ്മിറ്റ് മെസ്സേജ് കൂടെ ഇട്ടപ്പോഴത്തേക്ക് അതൊന്ന് ശരിയായി. ലൈക്ക് ഇപ്പം ഞാൻ ഒരു ബ്രാഞ്ച് കൂടെ ഇപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പം നോർമലി ദർ ഇസ് 2 ബ്രാഞ്ച് ഇൻ അവർ റെപ്പോസിറ്ററീസ്. സോ ഒന്നെന്ന് പറയുന്നത് മെയിനും ഒന്നെന്ന് പറയുന്നത് പേജ്. സോ നിങ്ങൾ മെയിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു റീഡ്മി മാത്രമായിരിക്കും. ദെൻ നിങ്ങൾ ഡീഫോൾട്ടിൽ നിന്ന് മാറി പേജ് ലാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് main.py അതുപോലെ തന്നെ റീഡ്മി എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ കാണാൻ പറ്റും. സോ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ നോർമലി ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ലൈക്ക് ഗിറ്റ് ബ്രാഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ടെന്ന് കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന പേജ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ്. നമുക്ക് കുറച്ച് മുമ്പ് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കമ്മിറ്റ് ചെയ്തു, പുഷ് ചെയ്തു, ബട്ട് ഇങ്ങോട്ട് എത്തിയില്ല. നമ്മുടെ ക്ലൗഡിലോട്ട് ഗിറ്റബിലോട്ട് ആഡ് ആയില്ല. സോ ആ ഒരു പ്രോബ്ലം ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത് നല്ലതാണ് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നത്. കാരണം നമുക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്തു, ജസ്റ്റ് ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. നോർമലി അങ്ങനെ കൊടുത്തില്ലെങ്കിലും നോർമലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ കോപ്പൈലറ്റ് ഓഫ് ചെയ്തിട്ടേക്കാണ്. സോ ഇപ്പൊ മെയിനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ്മി എന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം. അതുപോലെ തന്നെ പേജ് ലാബിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഫയൽ കാണാം. ഒന്നെന്ന് പറയുന്നത് മെയിനും ഇപ്പം 2 ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്, 2 കോഡാണ് നിൽക്കുന്നത്. ബട്ട് മെയിനിലേക്കായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അതായത് ഇപ്പം നിങ്ങൾ ഒരു ഫുൾ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 പേർക്ക് ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് 5 ബ്രാഞ്ചിന് ശേഷം മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് നമ്മൾ ഇത് ടോട്ടൽ മെർജ് ചെയ്യും. അപ്പൊ നമ്മൾ പുഷിങ് പഠിച്ചു. നമുക്കിനി എങ്ങനെ ഇതിനെ മെർജ് ചെയ്യുമെന്ന് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഇതിനെ മെർജ് ചെയ്യാം. സോ ഇനി മെർജ് എന്ന് പറയുന്നതും വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ കറക്റ്റ് വർക്കിംഗ് ഡയറക്ടറിയിലേക്ക് പോവുക. ദെൻ നമ്മുടെ ചെക്ക്ഔട്ട് ചെയ്യുക, അതായത് മെയിനിലേക്ക് മാറുക. നമുക്ക് മെയിനിലേക്കാണല്ലോ മെർജ് ചെയ്യേണ്ടത്. അപ്പൊ മെയിനിലേക്ക് നമ്മുടെ ബ്രാഞ്ചിനെ മാറ്റുക. ദെൻ മെയിൻ എന്തൊക്കെ ഒറിജിനായിട്ട് മെയിൻ ഉണ്ട് അതിനെ നമ്മൾ പുള്ള് ചെയ്യുക. അതായത് കറന്റ്ലി എന്തൊക്കെ മെയിനിലുണ്ട് അതിനെ നമ്മൾ പുള്ള് ചെയ്യുക. ദെൻ നമ്മൾ മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചുമായിട്ട് ഗിറ്റ് മെർജ് എന്നും പറഞ്ഞ് ആ ഒരു പേര് കൊടുക്കുക. ദെൻ ഗിറ്റിലേക്ക് നമ്മൾ ഗിറ്റ് പുഷ് ഒറിജിനിലേക്ക് പുഷ് ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ടോട്ടൽ കോഡിനെ ആദ്യം നമ്മുടെ മെയിനിലെ കോഡിനെ പുള്ള് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബ്രാഞ്ചിലുള്ള കോഡുമായിട്ട് മെർജ് ചെയ്യും ഈ ഒരു മെയിനില്. അതായത് നമ്മുടെ ബ്രാഞ്ചിലുള്ള കോഡ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുണ്ട്, പക്ഷേ മെയിനിലില്ല. അപ്പൊ നമ്മൾ മെയിനിനെ ആദ്യം പുള്ള് ചെയ്തെടുത്തിട്ട് ലോക്കലിലുള്ള നമ്മുടെ ബ്രാഞ്ചിനെ ഇതിനകത്തോട്ട് ലൈക്ക് മെർജ് ചെയ്ത് വെക്കും. ദെൻ ഈ മെർജ് ചെയ്തതിനെ നമ്മൾ മെയിനിലേക്ക് പുഷ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് നിങ്ങൾക്ക് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന മനസ്സിലായോ? ഹലോ, ഇടയ്ക്കൊന്ന് ഞാൻ ലാഗ് അടിച്ചായിരുന്നു, സോറി. ഞാൻ മൈക്ക് ഓഫ് ആക്കിയിട്ട് സംസാരിച്ചു. ഹലോ, ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ ഇങ്ങനല്ലേ, ഇപ്പം നമ്മള് 2 ബ്രാഞ്ച് ഉണ്ടാക്കി. ആദ്യത്തെ ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ചും രണ്ടാമത്തത് എക്സ്ട്രാ ഉള്ളൊരു ബ്രാഞ്ച്. അപ്പൊ ഈ രണ്ടാമത്തെ ബ്രാഞ്ചിലെ ഫയല് നമ്മൾ സിസ്റ്റത്തിലോട്ട് പുള്ള് ചെയ്തിട്ട് അത് ഒന്നാമത്തെ ബ്രാഞ്ചിലോട്ട് പുഷ് ചെയ്യുക. മെർജ് ആണോ പറയുന്നത്? മെർജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പം മോൻ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മളിപ്പം
ഒരു സെക്കൻഡ് എന്റെ ലാപ്പിന്റെ ഓറിയന്റേഷൻ. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഈ ഒരു ബ്രാഞ്ചിൽ മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമുക്ക് ആകെ ഉള്ളത് ഒരു റീഡ്മി ഫയലാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു എന്താണോ മെയിനിലുള്ള ആ മെയിനിലെ കോഡിനെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലോട്ട് നമ്മൾ പുൾ ചെയ്യും. അതായത് അവിടെ നിന്ന് ക്ലൗഡിൽ നിന്ന് നമ്മൾ പുൾ ചെയ്ത് വെക്കും. അപ്പം നമ്മുടെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ബ്രാഞ്ച് ഓൾറെഡി നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്തുണ്ട്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലോക്കൽ സിസ്റ്റത്തിൽ കിടക്കുന്ന ഈ ബ്രാഞ്ചിലുള്ള കോഡിനെ നമ്മൾ ഈ പുള്ളി ചെയ്ത മെയിനിലോട്ടാക്കും. എന്നിട്ട് നമ്മൾ മെയിനിലോട്ട് പുഷ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ഹലോ സാർ ഒന്നും കൂടെ പറയൂ. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് മെർജ് ചെയ്യും. അപ്പം നമ്മളിപ്പോ ബ്രാഞ്ചിങ് മനസ്സിലായില്ലേ? എങ്ങനെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? എന്തിനാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് മെർജ് ചെയ്യുന്നത്? അതായത് ഇപ്പം ഞാനും മുഹമ്മദും കൂടെ മോന്റെ പേരെങ്ങനെയായിരുന്നു? തൗഫീഖ്. തൗഫിക്കും കൂടെ, ഞാനും തൗഫിക്കും കൂടെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം തൗഫിക്ക് ബാക്ക് എൻഡ് ചെയ്യുന്നത്, ഞാൻ ഫ്രണ്ട് എൻഡാ ചെയ്യുന്നത്. അപ്പം തൗഫിക്ക് ചെയ്യുന്ന ബ്രാഞ്ചിന്റെ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ബാക്ക് എൻഡ് എന്നാന്നിരിക്കട്ടെ, എന്റെ കോഡിന്റെ പേര് ഫ്രണ്ട് എൻഡ് വന്നിരിക്കട്ടെ. അപ്പം ഞാൻ ഫ്രണ്ട് എൻഡ് ചെയ്തതിന് ശേഷം എന്റെ പേരിൽ ഫ്രണ്ട് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ മെയിനിലോട്ട് എന്റെ കോഡിനെ പുഷ് ചെയ്തു. പുഷ് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് അതിന്റെ ഒരു കറക്റ്റ് വേ എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും മെയിൻ എന്ന് പറഞ്ഞ കോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സീക്രട്ട് ആയിട്ട് നമ്മൾ ക്രീപ്പ് ചെയ്യുന്ന ഒരു കോഡായിരിക്കും. കാരണം ഒരു തെറ്റും പറ്റാതിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ ഗിറ്റിലെ ബ്രാഞ്ച് വെച്ചപ്പോൾ എനിക്ക് ബ്രാഞ്ചിന് കുറച്ച് പ്രശ്നം പറ്റിയില്ലേ, അതുപോലെ നമുക്ക് കോഡിനും പ്രശ്നം പറ്റും. എന്തെങ്കിലുമൊക്കെ മാറിപ്പോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കറപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് പ്ലാൻ പോലാണ് നമ്മൾ ഈ ഒരു മെയിനിനെ എപ്പോഴും ആവശ്യം. അപ്പൊ മെയിനകത്തൊരു സോളിഡ് ആയിട്ടുള്ള ഒരു വെർഷൻ കാണും. സോ ഇപ്പം ഇവിടെ മെർജ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു കോഡ് എഴുതി വന്നു, അതിനൊരു 50% ഒരു പ്രൊജക്ടിന്റെ 60% എന്റെ കയ്യിലും 40% തൗഫിക്കിന്റെ കയ്യിലാണെങ്കിൽ ഇതിനെ നമ്മൾ മെർജ് ചെയ്തെങ്കിൽ നമുക്ക് 100% ആവത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെർജ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഈ മെർജ് ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇപ്പം നമ്മുടെ ലോക്കൽ ഡിവൈസിനകത്ത്, നമ്മുടെ ലാപ്പിനകത്ത് നമ്മുടെ ബ്രാഞ്ചിന്റെ കോഡ് ഓൾറെഡി കിടപ്പുണ്ട് ലോക്കലി. ഇനി നമ്മുടെ ഇല്ലാത്തത് നമ്മുടെ മെയിനിന്റെ കോഡായിരിക്കും. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ആദ്യം മെയിനിന്റെ കോഡ് പുഷ് ചെയ്യും. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കോഡ് വെച്ച് അതിനെ ഓവർറൈറ്റ് ചെയ്യും. എന്നിട്ട് മെയിനിലേക്ക് പുഷ് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ഫൈൻ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് വെച്ചിട്ട് നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് മെർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് മെർജിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കിടക്കുന്നത് പേസ് ലാബ് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ കിടക്കുന്നത് പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ്. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഗിറ്റ് നമ്മൾ ഈ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് നമ്മൾ സ്വിച്ച് ആവും. സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗിറ്റ് കമാൻഡ് ആണ് ഗിറ്റ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിനിലേക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പൊ ഗിറ്റ് ചെക്ക് ഔട്ട് മെയിൻ. ഇപ്പൊ ഞാൻ സ്വിച്ച് ടു ബ്രാഞ്ച് മെയിൻ. ഇപ്പൊ ഞാൻ മെയിൻ ബ്രാഞ്ചിലേക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ മെയിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്ന സാധനം അപ്രത്യക്ഷമായി. ഇപ്പൊ എനിക്ക് മെയിൻ ഡോട്ട് പി വൈ എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ ബേസിക്കലി ഞാൻ പുള്ള് ചെയ്യണം ഗിറ്റിനെ. അതാണ് ഒരു കറക്റ്റ് വേ. ഇപ്പൊ ഞാൻ ഓൾറെഡി പുള്ള് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്തേക്കാം. പുള്ള് മറിച്ച് ഞാൻ അപ് ടു ഡേറ്റ് ആണ് പുള്ള് ചെയ്തിരുന്നു. ദെൻ ഇനി ഞാൻ ഗിറ്റ് മെർജ് പേസ്റ്റ് ലാബ്. ഓക്കെ, ഫൈൻ. ഇപ്പം എനിക്ക് എന്റെ സിസ്റ്റത്തിൽ എന്താ പറയാ, ഈ ഗിറ്റ് മെയിനകത്തോട്ട് മെർജായി. ഇനി എനിക്ക് ഇതിനെ പുഷ് ചെയ്യണം. ഗിറ്റ് പുഷ് ഒറിജിൻ നമുക്ക് കമന്റ് ഓടി. ഓക്കെ, ഫൈൻ.
ഓക്കെ, ഫൈൻ. ഇപ്പൊ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നമ്മൾ മെർജ് ചെയ്തു. നമ്മുടെ ടോട്ടൽ ഉണ്ടായിരുന്ന പേസ് ലാബ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ മെയിനിലോട്ട് നമ്മൾ മെർജ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ മെർജിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഗിറ്റപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് ഒരു കോഡിനെ പുഷ് ചെയ്യേണ്ടതും, ഒരു കോഡിനെ പുഷ് ചെയ്യുക, ഒരു കോഡിനെ പുള്ള് ചെയ്യുക, then ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക, ഒരു കോഡിനെ പുഷ് ചെയ്യുക, ഒരു കോഡിനെ പുള്ള് ചെയ്യുക, പിന്നെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുക, ബ്രാഞ്ചസ് സ്വിച്ച് ചെയ്യുക, ബ്രാഞ്ചിനെ മെർജ് ചെയ്യാൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 60% കാര്യങ്ങളും ആസ് എ ഡെവലപ്പർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പിന്നെ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് SSH കീവേഡ് കോഡ് അല്ലെങ്കിൽ കീ, അല്ലെന്നുണ്ടെങ്കിൽ അനാലിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് ബേസിക്കലി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവലിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കൊളാബറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞാൻ ഈ മെർജിങ് കാണിച്ചു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കോഡിലും കാര്യങ്ങളും കമാൻഡ്സിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ ഹലോ ഹലോ, ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ ജസ്റ്റ് പഠിച്ചു എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗിറ്റും ഗിറ്റപ്പും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ദെൻ നമ്മളൊരു റെപ്പോസിറ്ററി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിച്ചു. ലൈക്ക് റീഡ്മി ഫയൽ എന്തിനാന്ന് പഠിച്ചു. ദെൻ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് ലിനക്സിന്റെ കമാൻഡ് അല്ലെങ്കിൽ നമ്മൾ ടെർമിനൽ കമാൻഡ്സ്, അതായത് ഇത് കോമൺ ആണ്, നിങ്ങൾ വിൻഡോസിൽ യൂസ് ചെയ്യുമ്പോഴും LS LA ആണെന്ന് തോന്നുന്നു, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ ലിസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വിൻഡോസ് അധികം, ഞാനൊരു നാല് വർഷമായി വിൻഡോസ് യൂസ് ചെയ്തിട്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും ലിനക്സിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈവൻ ദോ എല്ലാ കമ്പനീസും അവരവരുടെ സിസ്റ്റം ലിനക്സ് തന്നെയാണ് വർക്ക് ചെയ്യിക്കുന്നത്. വിൻഡോസ് യൂസ് ചെയ്യുന്നവരുണ്ട്, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി കുറെ കമ്പനീസ് ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ലിനക്സ് ആകുമ്പോൾ നമുക്ക് ഇൻസ്റ്റലൈസേഷനും കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ടും വളരെ വൃത്തിയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗിറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് ബേസിക് കമാൻഡ്സ്, ഗിറ്റിനെ എങ്ങനെ ഇനിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ക്ലോൺ ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റാറ്റസ് എങ്ങനെ അറിയാം, അതുപോലെ തന്നെ ഒരു ഫയലിനെ എങ്ങനെ ആഡ് ചെയ്യാം, ഒരു ടോട്ടൽ ചേഞ്ച് വന്ന ഫയൽസിനെ ആഡ് ചെയ്യാം, എങ്ങനെ കമ്മിറ്റ് മെസ്സേജ് പാസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ ബ്രാഞ്ചിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാം, ആ ബ്രാഞ്ചിലോട്ട് എങ്ങനെ പുഷ് ചെയ്യാം, ആ ഒരു ബ്രാഞ്ചിനെ എങ്ങനെ പുള്ള് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റെപ്പോസിറ്ററീസുമായിട്ട് വർക്ക് ചെയ്യും നമ്മൾ പഠിച്ചു. പിന്നെ ഒരു കോഡ് എങ്ങനെ പുഷ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. എന്നിട്ട് ഒരു കോഡ് എങ്ങനെ നമുക്ക് പുള്ള് ചെയ്യാമെന്ന് പഠിച്ചു. ഒരു ബ്രാഞ്ചിങ്ങും മെർജിങ്ങും എന്തുവാ നമ്മൾ പഠിച്ചു. എങ്ങനെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഒരു മെർജിങ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കൊളാബറേഷൻ. എങ്ങനെ ഒരു കൊളാബറേഷൻ ലിങ്ക് അയക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് നമ്മളൊരു ഒരുപാട് പേരെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്? അത് ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളിപ്പോ ഒരു റെപ്പോസിറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു റെപ്പോസിറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു. സോ നിങ്ങൾ ഇവിടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കൊളാബറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കൊളാബറേറ്റേഴ്സ്, സോ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ഇതൊരു 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഞാൻ ഓൺ ആക്കി ഇട്ടേക്കുന്നതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ഓൺ ആക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും. കാരണം ഗിറ്റബിന് ഒരു മൊബൈൽ വെർഷൻ ഉണ്ട്. അതൊരു എപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത് ഇങ്ങനത്തെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കൊളാബറേറ്റേഴ്സിനെ ആഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ കമ്പാനിയൻസിനെയോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഡ് പീപ്പിൾ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ആൾ യൂസ് ചെയ്യുന്ന ഗിറ്റപ്പിന്റെ മെയിൽ ID ഇവിടെ കൊടുത്തതിന് ശേഷം ആഡ് ടു റെപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാർ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇമെയിലിൽ ഒരു കൊളാബറേഷൻ ലിങ്ക് പോകും. അവിടെ ചെന്നിട്ട് അവർ ആ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആളെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെ ഒരാളെ ആഡ് ചെയ്യാനായിട്ടുള്ള. ഒരു മെയിൽ ID എടുത്തിട്ട്
സോ ഇപ്പം ഞാനിവിടെ ഒരു ആളെ ഇപ്പം എനിക്ക് ഫ്രണ്ടിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ ഇവിടെ ഞാൻ ഈ ഒരാളെ ആഡ് ചെയ്യുമ്പം ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കും. ദെൻ ആളെ ഇപ്പം ഞാൻ ജസ്റ്റ് ആഡ് ആക്കി. സോ ആൾക്ക് ഈ ഒരു റെപ്പോസിറ്ററിയിൽ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്സസ് ആണ് ഞാൻ ആൾക്ക് പാസ് ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പം ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ പുള്ളിക്ക് ഇപ്പോൾ ഒരു മെയിൽ ഐ ഡി ചെല്ലും. സോ അതൊരു ഇൻവൈറ്റേഷൻ ആയിരിക്കും, ഒരു റെപ്പോസിറ്ററിയിലോട്ട് ആഡ് ആവാനായിട്ടുള്ള ഒരു ഇൻവൈറ്റ് ആയിരിക്കും. സോ ആ ഇൻവൈറ്റ് പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കും ഇതിനകത്തോട്ട് കൊളാബറേറ്റ് ചെയ്യാം. അതായത് ആൾക്ക് പുഷ് ചെയ്യുകയും പുള്ളി ചെയ്യുകയും ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു കൊളാബറേഷൻ ലിങ്ക് അയക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ 1-2 കാര്യങ്ങളാണ് ഇൻസൈറ്റ് എന്ന് പറയും. ഇൻസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കൊളാബറേറ്റർ ഉണ്ടെങ്കിൽ എന്തോരം ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്തു, നമ്മുടെ കൊളാബറേഷൻ പാർട്ടിസിപ്പൻസ് എങ്ങനെയാണ്, നമ്മൾ എന്തോരം ടൈമിൽ വർക്ക് ചെയ്തു, നമ്മൾ എന്തോരം കമ്മിറ്റ് ചെയ്തു, എന്തോരം ഫോർക്ക് ചെയ്തു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഗിറ്റപ്പിലുള്ള കുറെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജിലാണ് നിങ്ങൾ യൂസ് ചെയ്തത്, നിങ്ങളുടെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിറ്റപ്പിന്റെ പ്രീമിയം പാക്ക് ആക്സസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കോളേജ് മെയിൽ ഐ ഡി വെച്ചിട്ട്. സോ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഗിറ്റപ്പ് കോപൈലറ്റ്. ഇപ്പം നമ്മളിപ്പം ഓറിയന്റേഷൻ നിങ്ങൾ AI കുറിച്ച് കേട്ടു. ഇപ്പം ഗിറ്റപ്പിന്റെ AI ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഗിറ്റപ്പിന്റെ കോപൈലറ്റ് ജസ്റ്റ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ VS കോഡിൽ ഇഷ്ടം പോലെ കോഡ് ജനറേറ്റ് ചെയ്യും. ഇപ്പം AI ആരും റീപ്ലേസ് ചെയ്യൂല, പക്ഷെ AI അറിയാവുന്നവരായിരിക്കും നമ്മളെ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10-15 ദിവസം കൊണ്ട് ചെയ്യുന്നത് AI യൂസ് ചെയ്തുകൊണ്ട് 2-3 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും. സോ ഈ ഗിറ്റപ്പിന്റെ കോപൈലറ്റ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഗിറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുൾ റിക്വസ്റ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പുൾ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ആ റിക്വസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് കാണിക്കുക. ഇപ്പൊ അതായത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എന്താ പറയാ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ, അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സോഫ്റ്റ്വെയർസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചില യൂസേഴ്സ് അല്ലെങ്കിൽ ചില കൊളാബറേറ്റേഴ്സ് യൂസ് ചെയ്യരുതെന്ന് ചിലപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കും. അതിപ്പം ചില റെപ്പോസിറ്ററിയിൽ ചിലർക്ക് റീഡ് ചെയ്യാൻ മാത്രമേ അലോ നിങ്ങൾ കൊടുക്കത്തുള്ളായിരിക്കും. റെസ്ട്രിക്ട് ചെയ്യുക അയാളെ, ലൈക്ക് അയാൾക്ക് റീഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അയാൾ റൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അയാൾ ഒരു പുൾ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഇപ്പം നമ്മളിത് ഓപ്പൺ ആക്കി വെക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരാള് നിങ്ങളുടെ പ്രൊജക്ട് കണ്ടു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾക്ക് വേറൊരു ഐഡിയ തോന്നി, അപ്പൊ അയാൾ അത് ഫോർക്ക് ചെയ്തു, ലൈക്ക് അത് ക്ലോൺ ചെയ്തെടുത്തു. കാരണം ഇത് പബ്ലിക് ആണല്ലോ. അപ്പൊ അയാൾ ഇത് ക്ലോൺ ചെയ്തെടുത്തതിന് ശേഷം അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം അയാൾ ഒരു പുൾ റിക്വസ്റ്റ് നിങ്ങൾക്ക് തന്നു. അതായത് നിങ്ങളുടെ ഉണ്ടാക്കി വെച്ച എക്സിസ്റ്റ് ചെയ്യുന്ന സാധനത്തെ അയാൾ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾക്ക് ഒരു പുൾ റിക്വസ്റ്റ് അയക്കും. ആ പുൾ റിക്വസ്റ്റ് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുക. അവിടെ നിങ്ങൾക്ക് അത് നോക്കിയതിന് ശേഷം അത് നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള കോഡ് എന്താ പറയാ ഓവർ റൈറ്റ് ആവും. അതിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് എന്നൊക്കെ പറയും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഗിറ്റപ്പിലുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത്. ഇനിയും വേറെ എന്തെങ്കിലും Q&A നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഈ Q&A സെക്ഷൻ ആണ്. ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് കൃത്യമുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ഞാൻ പിന്നീട് ഒന്നുകൂടെ കാണിക്കണോ, ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു ചെറിയ മിസ്കൺഫ്യൂഷൻ വന്നായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. കോപൈലറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാന്ന് നോക്കാം. കോപൈലറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കോളേജ് മെയിൽ ഐ ഡി ഉണ്ടോ കയ്യിൽ? കോളേജ് മെയിൽ ഐ ഡി എന്ന് പറയുമ്പോൾ മോൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? KMEA എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ ചെന്നിട്ട് കോളേജിൽ ചെന്നിട്ട് സ്കൂൾ സാറിനോട് ചോദിച്ചാൽ മതി. ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. ഓക്കെ. ഫസ്റ്റ് ഇയർ കിട്ടേണ്ട സാധനം കോളേജ് മെയിൽ ഐ ഡി. കോളേജ് മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഫ്രീ ഡൊമൈൻ ആയിട്ട് ആക്സസ് ഒക്കെ കിട്ടും. നമുക്ക് .com-ഉം .me-യും .tech ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കോളേജ് ചെന്നിട്ട് സാറിനോട് ചോദിക്കണം, സാറെ കോളേജ് മെയിൽ ഐ ഡി കിട്ടിയില്ല. അതായത് കോളേജിന് ഒരു ഡൊമൈൻ ഉണ്ടല്ലോ, ആ ഡൊമൈൻ അണ്ടറിൽ കുറെ മെയിൽ ഐ ഡി ഉണ്ട്. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറെ ഫ്രീ പാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗിറ്റപ്പിന്റെ കോപൈലറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഗിറ്റപ്പ് പ്രീമിയം യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ സ്പോട്ടിഫൈ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇത് നമ്മൾ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്താൽ മതിയോ? മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗിറ്റപ്പിൽ പ്രീമിയം എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റുഡന്റ് ആണെന്നൊന്ന് വെരിഫൈ ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് എന്നിട്ട് സ്റ്റുഡന്റ് ഐ ഡി കൊടുക്കണമെങ്കിൽ നമ്മുടെ ഈ മെയിൽ ഐ ഡി വേണം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ സാറിന്റെ ഗിഡപ്പ് പ്രൊഫൈൽ എടുത്തപ്പോ അതില് സാറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ അത് ഓക്കെ അത് പറയാം. ഓക്കെ, എന്നെ പറ്റി എടുത്തപ്പോ എനിക്കൊരു റീഡ്മി ഉണ്ട്. അത് റീഡ്മി ഡോട്ട് അത് നമ്മൾ ജസ്റ്റ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത എൻ്റെ റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഒരു റീഡ്മി മാത്രമാണ്. ഓക്കെ, ഇതിപ്പോ ഞാൻ കമ്മിറ്റ് ചെയ്ത അനുസരിച്ച് അത് ജസ്റ്റ് അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ആ റെപ്പോസിറ്ററിക്കകത്ത് ഒരു റീഡ്മി മാത്രം വെക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. പിന്നെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഗിറ്റപ്പ് റീഡ്മി ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ഓക്കെ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫില്ലപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഇതനുസരിച്ച് ഇത് ഫില്ലപ്പ് ചെയ്യുക. ഇതിപ്പം അയാം മിലൻ സജി എന്ന് ഞാൻ അടിക്കും. അതുപോലെ തന്നെ അയാം നമ്മുടെ എന്താണ് സോ ആൻഡ് സോ പേര് എഴുതുക, നമ്മളെ പറ്റി സബ് ടൈറ്റിൽ എഴുതുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് തന്നെ നമുക്കൊരു റീഡ്മി ജനറേറ്റ് ചെയ്ത് അവർ തരും. സോ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും മതി. ഇത് ഞാൻ ചെയ്തതല്ല, ഇത് ആ ഒരു ഇതിൽ നിന്ന് ഞാൻ എടുത്തതാണ്. പിന്നെ അച്ചീവ്മെന്റ്സ് ഇതിൻ്റെയൊക്കെ ഹാക്ക് കിട്ടും. നിങ്ങളിപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗിറ്റപ്പ് തന്നെ നിങ്ങൾക്ക് തരുന്ന കുറച്ച് അച്ചീവ്മെന്റ്സ് ആണ് ഇതങ്ങനെ അധികം ഞാൻ ഒബ്സസ്ഡ് അല്ല. ഇത് കൂടുതലും ഗിറ്റപ്പ് നോക്കി പഠിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു കാര്യം. അത് സ്റ്റുഡൻസിനാണ് കൂടുതലും യൂസ്ഫുൾ ആകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ കുറെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യാറില്ല. പിന്നെ വേറൊരു കാര്യമാണ് ഓർഗനൈസേഷൻസ്. ഞാനുള്ള 2 ഓർഗനൈസേഷൻസ് ആണിത്. ഓർഗനൈസേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിളി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനി ആയിരിക്കും. ആ കമ്പനി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുക. സോ ഇപ്പം നിങ്ങൾ നോർമലി ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ റിപ്പോസിറ്ററിയിൽ ഒന്നിനും അവരുടെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ തരില്ല. നേരെ മറിച്ച് അവരുടെ ഗിറ്റപ്പിൽ, അതായത് അവരുടെ വർക്ക് സ്പേസിലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ജോബ് റിക്രൂട്ട്മെന്റിന്റെ ലൈക്ക് ഫ്ലെക്സ് ചെയ്യാനാണെങ്കിൽ നിങ്ങളത് അല്ലാത്ത ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും? ഗിറ്റ്ഹബ് അക്കൗണ്ട് നമുക്ക് ജോബിന് റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് അവര് ചെക്ക് ചെയ്യാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രൂഫ് അല്ലേ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആണല്ലോ ഗിറ്റപ്പ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഒരു കമ്പനിയിൽ ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ് അല്ലെ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുമെന്ന് വിചാരിച്ചു ഒരു കമ്പനി ഒരു സ്ഥലത്ത്. സോ അവര് അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡ്രൈവ് നടക്കുന്നതിന് മുമ്പ് ഒരു 1.5-2 ആഴ്ച മുന്നേ ആയിരിക്കും അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഓരോ കാൻഡിഡേറ്റ്സിനെയും അവർക്ക് ആദ്യം അവര് നിങ്ങളുടെ റെസ്യൂമെ AI വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യും. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂമിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉള്ളവരുടെ പ്രൊഫൈല് മാത്രമായിരിക്കും അവര് അടുത്ത ലെവലിലോട്ട് ചെക്ക് ചെയ്യാൻ വിടുന്നത്. സോ അവിടെ നിങ്ങൾക്ക് നോക്കുന്നത് നിങ്ങളുടെ ഗിറ്റപ്പ് റെപ്പോസിറ്ററിയോ നിങ്ങളുടെ ഗിറ്റപ്പ് അക്കൗണ്ടോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ പബ്ലിക് ആയിട്ടുള്ള എല്ലാ പ്രൊജക്ട്സും നോക്കും. അപ്പം നിങ്ങളെ പറ്റിയുള്ള നിങ്ങൾ എന്താ പറയാ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോ തൊട്ട് അവരുടെ ലാപ്പിൽ നിങ്ങളെ പറ്റി ഒരു ബോർഡ് ഉണ്ട്. അപ്പൊ ഇത്ര മാസത്തിൽ ഇത്ര കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന പ്രോജക്റ്റ് ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവരും അത്യാവശ്യം നല്ല രീതിയിൽ കോഡ് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിക്ക ഹൈ ലെവൽ പ്രോജക്ട്സുകളും പബ്ലിക് ആക്കും. കാരണം
അവരുടെ ആ ഒരു റിക്രൂട്ടർ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെന്ന് റിക്രൂട്ടർ കാണാൻ വേണ്ടിയിട്ട് അവരത് പബ്ലിക് ആക്കും. സോ ഗിറ്റബ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ഹലോ, ഹലോ ഗൈസ്, വേറെ എന്തെങ്കിലും ഡൗട്ട് ഗിറ്റപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗിറ്റിനെ കുറിച്ചോ അല്ലാതെ വേറെ എന്തെങ്കിലും? ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സാറിന് ഇന്നലെ സെക്ഷനിൽ ചോദിച്ച ചോദ്യമാണ്, പക്ഷെ എങ്ങനെ? എനിക്ക് ഇന്നലെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പം സംഭവം ഇതാണ്, നമ്മൾ ഈ പ്രോഗ്രാം പഠിക്കുമ്പോൾ നമ്മൾ ബേസിക് മുതൽ പഠിക്കേണ്ട കാര്യമുണ്ടോ? അതായത് നമുക്കിപ്പം ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കിട്ടുമല്ലോ. ഇപ്പൊ ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ സിൻടാക്സ് മുതൽ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഞാനൊരു സിനാരിയോ വെച്ച് പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് ഇന്നലെ കിട്ടിയത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോണോന്നാ പറഞ്ഞത്. അപ്പം കുറച്ചും കൂടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ ബേസിക്സ് പഠിക്കണം എന്നത് മാൻഡറ്ററി ആയിട്ടും പഠിക്കണം. റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പ്രോജക്റ്റിനൊരു 3 ഇന്റേൺസിനെ ഹയർ ചെയ്ത് ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തു. സോ ആ പ്രോജക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 വീക്സ് അവർക്ക് ടൈം കൊടുത്തു ആ പ്രോജക്റ്റ് ചെയ്യാൻ. അവർ പ്രോജക്റ്റ് എനിക്ക് ചെയ്തു തന്നു. ഞാൻ ആ കോഡ് ചെക്ക് ചെയ്തു ആൻഡ് ഇറ്റ്സ് ഒരു ഡീസന്റ് കോഡായിരുന്നു. ഞാൻ വെരിഫൈ ചെയ്തു, ഡീസന്റ് കോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ UI ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു UI മാറ്റി തരാൻ പറഞ്ഞു. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. 3-ാമത്തെ ആഴ്ച അവർ എനിക്കൊരു കോഡ് ലൈക്ക് ഒരു പ്രൊഡക്റ്റ് വന്നു. അതിന്റെ UI അത്ര മെച്ചമല്ല, ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനല്ല, ഞാനൊരു UI അയച്ചുതരാം, അതുപോലെ ചെയ്തു തരാൻ പറഞ്ഞു. സോ ഞാൻ അങ്ങനെ കൊടുത്തപ്പം അതിന്റെ ഒരു എന്താ പറയുക, ഒരു 30-40% മാത്രം അവർ ചെയ്തു വന്നു. സോ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ AI വെച്ചിട്ട് പ്രോംപ്റ്റ് ചെയ്താണ് ചെയ്തത്. ഞാൻ ചോദിച്ചു അതെന്താ, നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്താലും കുഴപ്പമില്ലല്ലോ, ബാക്കി അറിയത്തില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബേസിക് ഇല്ലായിരുന്നു. ബേസിക് ഇല്ലാത്തതുകൊണ്ട് ലൈക്ക് അവർ വെബ് ഡെവലപ്പേഴ്സ് ആയിരുന്നു. ഞാൻ അവർക്ക് കൊടുത്ത പ്രോജക്റ്റ് ലൈക്ക് ഫ്ലട്ടറിലായിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു അവർക്ക് ബേസിക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ട്, അതുകൊണ്ട് പ്രോംപ്റ്റ് ചെയ്ത് AI വെച്ച് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് പ്രോജക്റ്റ് എടുത്തത്. അപ്പം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഡെവലപ്മെന്റ് നോളജും ഉണ്ട്. ബട്ട് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ അവർക്ക് നോളജ് ഇല്ല. ബട്ട് അത് AI വെച്ചിട്ട് നീക്കാം എന്ന രീതിയിലായിരുന്നു അവർ വന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടെങ്കിലും ഡെവലപ്മെന്റ് നോളജ് ഉണ്ടെങ്കിലും ഒരു ഡൊമൈനിൽ ബേസിക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ AI വെച്ചിട്ടും ഒരു 5-6 കൊല്ലത്തേക്ക് അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് പ്രീമിയം ലെവലിലേക്ക് മാറണം. ഞാൻ ഒരിക്കലും AI യൂസ് ചെയ്യരുതെന്ന് പറയത്തില്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ്, നല്ല വെടിപ്പായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്കത് ബേസിക്സ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇന്ന രീതിയിലാണ് അത് വേണ്ടതെന്ന് അറിയാം. ഇപ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ, എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നീ എനിക്ക് ഇങ്ങനെ തരണം എന്ന് സോ ആൻഡ് സോ കണ്ടീഷൻസ് വെച്ചിട്ട് എനിക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോംപ്റ്റിങ് എനിക്ക് അറിയണമെങ്കിൽ എനിക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. അപ്പൊ ബേസിക് എങ്കിലും ഇല്ലാതെ പ്രോംപ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഡെവലപ്മെന്റ് പോസിബിൾ ആയിരിക്കും, ബട്ട് മെയിൻ്റനൻസ് പോസിബിൾ ആവില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് അതിനെ കോൺട്രാക്ട് ചെയ്യാം. ഞാൻ എവറി വൺ ഹാസ് ദാറ്റ് ഫ്രീ വിൽ. ബട്ട് എന്ത് പഠിച്ചാലും ബേസിക്സ് പഠിക്കണം എന്നതൊരു നിർബന്ധമാണ്. കാരണം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എവിടെ ഇന്റർവ്യൂ ആണെങ്കിലും നോർമലി ബേസിക്സ് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പൊ നമ്മൾ തന്നെ ഞെട്ടിപ്പോ ഇതെന്താ ബേസിക്സ് ചോദിക്കുന്നത്, അപ്പൊ പറയും പിള്ളേർക്കാർക്കും ബേസിക്സ് അറിയത്തില്ല. സോ ബേസിക്സ് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്.
ഓക്കെ, ഇപ്പം സമയം 9:30 ഇനി വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്റെ ഈ ലാപ്പിലെ ഫോണാണുള്ളത്, അപ്പൊ എങ്ങനെ ലാപ്പ് മേടിക്കുക. ഞാനും ആർച്ചാസ് ഏത് ഇയറാ? സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. ഞാനും സെക്കൻഡ് ഇയറിലാണ് ലാപ്പ് മേടിച്ചത്. ലാപ്പ് മേടിക്കാൻ നോക്കുക. ഫോണിൽ ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഫോണിൽ കുറച്ച് പരിമിതികളുണ്ട്. എന്നാലും അതിനകത്ത് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കും. അപ്പം ബെറ്റർ ആയിരിക്കും അത്. ഇപ്പൊ ഗിറ്റ് ഇപ്പം ഒരു നോളജ് കിട്ടിയില്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഗിറ്റ് പ്രോഗ്രാമിംഗ് നോളജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും ഒരു കാര്യം കാണിച്ചു തരാം. സംതിങ് കോൾ, നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു വെബ്സൈറ്റ്, എനിക്ക് 90% ആൾക്കാർക്കും അറിയായിരിക്കും. കോൾ W3 Schools എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. സോ ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് ഞാൻ കോഡിങ് പഠിച്ചത്. ഞാൻ എന്നല്ല, എൻ്റെ കൂടെ ചുറ്റുവട്ടമുള്ള എല്ലാവരും ഏറെക്കുറെ പേരും കോഡിങ് പഠിച്ചത് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തതാണ്. സോ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഓരോ കോഴ്സുകൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ചിലർക്ക് ചിലപ്പം ഇങ്ങനെ നോക്കി പഠിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, ഒരാളെ എപ്പോഴും മെന്റർ ചെയ്യാൻ വേണം. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, എന്നിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഫോണാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഇങ്ങനത്തെ വെബ്സൈറ്റ് നമുക്ക് റിലേ ചെയ്യാം, ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്ക് യു.